അപ്പൊ ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാമായി പാട്ടിന്. കല്ലീളം ഇല്ലിമുളം തേനോ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഭരതേട്ടനും പപ്പേട്ടനും കൂടി എന്നെ ഇതൊക്കെ കൂടി ചെയ്യിപ്പിച്ചു. അതിനൊരു പോയിന്റ് എന്താ അറിയാം, എന്താണ് തന്ത വൈബ്, തള്ള വൈബ് എന്ന് പറയാം. ഞാൻ എന്റെ ഭാര്യയെ പറ്റി വളരെ ഉയർവായിട്ടുള്ള തീർച്ചയായിട്ടും എന്താണോ. നമസ്കാരം, മധുരഗീതത്തിന്റെ എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി കപ്പിളാണ്. കലയും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട ഈ ദമ്പതികളെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. സിനിമയിൽ അഭിനയം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന ശബ്ദം. മലയാള സിനിമയിൽ നമ്മുടേതെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു ശബ്ദമുണ്ട്. അദ്ദേഹം പല വേഷങ്ങളിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടും, ഒരു സിംഗറായിട്ടും, ഒരു ആക്ടറായിട്ടും, ടെലിവിഷൻ ഹോസ്റ്റും ജഡ്ജുമായി അദ്ദേഹം നമ്മുടെ മുന്നിൽ വരാറുണ്ട്. കൂടുതൽ ആമുഖത്തിൻ്റെ ആവശ്യമില്ല, ഒരുപാട് സ്നേഹത്തോടെ ഞാൻ വെൽക്കം ചെയ്യാണ് കൃഷ്ണേന്ദ്രൻ സർ ആൻഡ് വനിത കൃഷ്ണേന്ദ്രൻ മാം. ഒരുപാട് സന്തോഷം മധുരഗീതത്തോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തതിൽ. ഹാർട്ടി വെൽക്കം ടു ടൊറോണ്ടോ. ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നതെന്ന് അറിയാം, എന്നാൽ പോലും ടൊറോണ്ടോയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു അട്രാക്ഷൻ തോന്നുന്നത് എന്താണ്? ഇവിടുത്തെ ഒരു അന്തരീക്ഷമാണോ അതോ ഇവിടുത്തെ ആളുകളാണോ? എനിക്ക് ടൊറൻറ്റോ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഓർമ്മ 1985 ഞാൻ ആദ്യമായിട്ട് ഒരു US ടൂർ വരുന്നത്. അപ്പോൾ അന്ന് ഞാനൊക്കെ പാടാൻ തുടങ്ങി 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തെ അന്ന് ഞങ്ങൾക്ക് ടൊറൻറ്റോയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര പനി. അപ്പോൾ എൻ്റെ പെട്ടെന്നുള്ള ഓർമ്മയാണ് ഞാൻ പറയുന്നത്. ടൊറൻറ്റോ എന്ന് പറയുമ്പോൾ നല്ല പനിയാണ്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് പോവുകയും വേണം. അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് നല്ല ഐസ്ക്രീം കിട്ടും, കഴിക്കാതിരിക്കരുത്, മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അന്ന് പക്ഷെ ഞാൻ 2 കൽപ്പിച്ച ഐസ്ക്രീം കഴിച്ചു. പക്ഷേ എനിക്ക് പനി ഉണ്ടായിരുന്നെങ്കിലും ശബ്ദത്തിന് കുഴപ്പമൊന്നും പറ്റിയില്ല അന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് ഇവിടുത്തെ പൊല്യൂഷൻ എന്തായാലും നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ശബ്ദം അതോടുകൂടി പോകും. ഇപ്പം ശബ്ദം പോയിരിക്കുന്നത് തണുപ്പുകൊണ്ടാണ് കേട്ടോ, ഇവിടുത്തെ തണുപ്പുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്ക് ടൊറൻറ്റോ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഓർമ്മ. എനിക്ക് കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയൊരു സ്ഥലം അന്ന്, പനി ഉണ്ടായിട്ടും. അതാണ് എൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു ഓർമ്മ, ആദ്യത്തെ ഓർമ്മ. ഞാൻ ഇപ്രാവശ്യം പോകുന്നതിന് മുമ്പ് എവിടെയാണ് ഐസ്ക്രീം എന്നുള്ളതെന്ന് അന്വേഷിക്കണം എന്നുണ്ടായിരുന്നു. അതെ, ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മാമിനെ കുറിച്ചും പറയുകയാണെങ്കിൽ, നിങ്ങളൊക്കെ വളരെ ഏർലി സമയത്ത് തന്നെ സിനിമയിലോട്ട് വന്ന ആളുകളാണ്. സാറാണെങ്കിൽ 18 വയസ്സിൽ 19 വയസ്സിലെ രതിനിർവേദം, അല്ലല്ല 17-ാമത്തെ വയസ്സിൽ അഭിനയിച്ചു. 18 വയസ്സാകുമ്പോഴേക്കും ഒരു തൊട്ട് മുമ്പേ റിലീസായി ആ പടം. ഓക്കെ. അങ്ങനെയാണ് രതിനിർവേദം സിനിമയിലോട്ട് ആ പ്രായത്തിലാണ് കടന്നു വരുന്നത്. മാമാണെങ്കിലും 13 വയസ്സ് പാടൈ മാറിനാൽ പിന്നെ അതേ സമയത്ത് മലയാളത്തിലെ ചന്ദ്രബിംബം. അപ്പൊ വളരെ ഏർലി ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ആളുകളാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ ഇത്രയും വർഷം നിലനിൽക്കുക, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നിലകൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ വന്നു പോയ ആൾക്കാരായിരിക്കും. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അല്ല, നമുക്ക് ഇത്രയും പണ്ടത്തെ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി. അതന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു കാര്യമാണ്. അഭിനയത്തിലും കൂടി നമുക്ക് പണ്ട് നോക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ച് കൂടുതൽ വേണമല്ലോ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുമ്പോൾ. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ചുരുക്കം പോലും അനക്കരുത്, അങ്ങനെ ചുരുങ്ങാൻ പാടില്ല. ആ ജനറേഷൻ്റെ കൂടെയും അഭിനയിക്കണം. അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുവല്ലോ 2 ജനറേഷൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സിൽ വന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബമാണ് ഈ സിനിമ. ഇപ്പം അതിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ആര് പറഞ്ഞാലും നമ്മൾ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമ്മളത് എങ്ങനെയെങ്കിലും ശരിയാക്കി തട്ടിക്കൊടുത്ത് ശരിയാക്കാനല്ലേ നോക്കൂ. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാടുന്ന ഗായകരായാലും ശരി, ആക്ടേഴ്സായാലും ശരി, ഞാൻ പിന്നീട് ചെയ്ത ഡബ്ബിംഗ് എന്നുള്ള തൊഴിലിലെ ആർട്ടിസ്റ്റുകളായാലും ശരി, എനിക്ക് അവരെല്ലാവരും സ്വന്തം കുടുംബം പോലെയാണ്. അപ്പോൾ എനിക്ക് അത് വിട്ട് സിനിമ വിട്ട് വേറൊരു കാര്യം ആലോചിക്കാൻ പറ്റുന്നില്ല. കാരണം വേറൊന്നും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ സാറിലേക്ക് വരികയാണെങ്കിൽ
രതി നിർവേദം സിനിമയിൽ ആ പപ്പു എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും സാറിൻ്റെ കരിയറിൽ വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതും അന്നത്തെ കാലത്ത് ഒരുപാട് ചർച്ചയായിട്ടുള്ള ഒരു പ്രമേയവും എല്ലാം ചർച്ചയായിട്ടുള്ള ഒരു സിനിമയും കൂടെ ആയിരുന്നു. അപ്പോൾ സാറിന് ആ ഒരു 18-19 ആ ഒരു വയസ്സിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അത്രയും ബോൾഡായിട്ടുള്ള അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ റോൾ ചൂസ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം നമുക്ക് തലമണ്ടയിൽ ഒരു വിവരം അന്നുമില്ല ഇന്നുമില്ല. ഞാൻ പറയട്ടെ, അതൊക്കെ നല്ല ബുദ്ധിയുള്ള എന്താ പറയുക റൈറ്റേഴ്സ്. പത്മരാജൻ സാറിനെ പോലെയുള്ളൊരു മഹാൻ, അദ്ദേഹത്തിൻ്റെ ഒരു നോവലൈറ്റാണ് ഈ രതി നിർവേദം. ഭരതനെ പോലെയുള്ള സംവിധായകൻ ഭരതേട്ടൻ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഭരതേട്ടനും പപ്പേട്ടനും കൂടി എന്നെ ഇതൊക്കെ കൂടി ചെയ്യിപ്പിച്ചു എന്നുള്ളതല്ലാതെ എൻ്റെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല അതിൽ. എന്നാൽ പോലും അവർ ചെയ്തെങ്കിൽ പോലും അത്രയും ആ ഒരു എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ഉൾക്കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന അല്ല, ഉൾക്കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അടുത്ത സീൻ വരാൻ പോകുന്നത് പോലും എനിക്കറിയില്ല. അങ്ങനെയല്ല എന്നെ സെലക്ട് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. ഒരു ഇൻ്റർവ്യൂ പോലെയുണ്ട്. പത്മരാജൻ സാറ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സിനിമ 78 റിലീസായതെങ്കിൽ 74 1974 ഞാൻ 9th പഠിക്കുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഒരു ഓൾ ഇന്ത്യ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു, ചൈൽഡ് വെൽഫെയറിൻ്റെ ലേൺ ടു ലിവ് ടുഗദർ ക്യാമ്പ് ഡൽഹിയിൽ. അപ്പം ഞങ്ങൾ ഇവിടെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് 4 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഡൽഹിയിൽ പോയി ഭയങ്കര 2 ആഴ്ച ഒരു ഗ്രൗണ്ടിൽ എല്ലാവരും ഇങ്ങനെ ടെൻറ്റൊക്കെ കെട്ടി, പഞ്ചാബിൽ നിന്നുള്ളവരുണ്ടാവും, എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള 4 കുട്ടികൾ, അവരുമായിട്ട് എങ്ങനെ സഹജീവിത പരിശീലന ക്യാമ്പ് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ അതുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത 4 കുട്ടികളിൽ ഒരാൾ ഞാനായിരുന്നു. അവിടെ അവിടെ കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയൊക്കെ പോയി മീറ്റ് ചെയ്ത് ഞങ്ങൾ പ്രധാനമന്ത്രി അന്നത്തെ വി വി ഗിരി ആയിരുന്നു അന്നത്തെ പ്രസിഡൻറ്റ്. സോ അവിടെയൊക്കെ പോയി കുത്തബ് മിനാർ പോയി, താജ്മഹൽ കണ്ടു, എല്ലാം കണ്ട് തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ ട്രിവാൻഡ്രത്തെത്തിയപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോന് വേണ്ടി ബാലലോകം എന്ന് പറഞ്ഞ് കൊച്ചുങ്ങളുടെ ഒരു പരിപാടിയുണ്ട്, കുട്ടികൾക്കുള്ള പരിപാടിയുണ്ട് സൺഡേ. അതിലൊരു കുട്ടികളുടെ അമ്മാവൻ അവരുടെ ഒരു ശബ്ദം, അന്ന് ശബ്ദം മാത്രമല്ല ഉള്ളൂ, റേഡിയോയിൽ ആളെ ആരാന്നറിയില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം അമ്മാവൻ മാറിയാലും ഇടയ്ക്കിടയ്ക്ക് മാറും. കാരണം അന്ന് സ്ഥിരമായിട്ടൊരു അമ്മാവൻ വേറെ ആരോ, ഗംഗാരൻ നായർ സാറോ അങ്ങനെ ആരോ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ ഇത് കഴിഞ്ഞ് വന്നപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തത് പത്മരാജൻ സാറാണ്. ആ ബാലലോകത്തിൽ ഈ 4 കുട്ടികളുടെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഞാൻ നിലമ്പൂരാണ്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ തിരിച്ചു പോകണം, അവിടെ ഞങ്ങൾ പിരിയാണ് കുട്ടികളൊക്കെ. അപ്പോൾ ആ സമയത്ത് പത്മരാജൻ സാറ് അച്ഛൻ്റെ നിന്ന് അഡ്രസ്സ് വാങ്ങിച്ചു എൻ്റെ. ഇത് എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. അന്ന് ഞാൻ 9th പഠിക്കുകയാണ്, എനിക്ക് 14 വയസ്സ്. പിന്നീട് പത്മരാജൻ സാറ് അന്ന് പുള്ളി ഞാൻ നല്ലോണമൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അന്ന് ഈ ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ കഥ സിനിമയാക്കുമ്പോൾ ഈ ചെക്കനെ ഇടണമെന്ന്. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ നിലമ്പൂരിൽ നിന്ന് ചിറ്റൂരെത്തി, പാലക്കാട് എത്തി. ഞാൻ BA മ്യൂസിക് പഠിക്കണമെന്നുള്ളതിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. അവിടെ ചിറ്റൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് മ്യൂസിക് പഠിക്കാൻ പറ്റും. 3rd ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററിക്ക് പകരം നമുക്ക് മ്യൂസിക് എടുക്കാം. അന്ന് ആൺകുട്ടികൾക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ചെമ്പൈ സംഗീത കോളേജ് ഇതൊക്കെ അന്ന് ആ സമയത്ത് എൻ്റെ അച്ഛന് താല്പര്യമില്ലായിരുന്നു. കാരണം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അന്ന് ഡിപ്ലോമയേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഡിഗ്രി എടുക്കാതെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഡിഗ്രി എടുക്കണമെങ്കിൽ ആൺകുട്ടികൾക്ക് അന്ന് ചിറ്റൂർ കോളേജിലേ ഉള്ളൂ, പാലക്കാട്. അങ്ങനെ അവിടെ ചേർന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയും ഒരു ദിവസം പത്മരാജൻ സാറിൻ്റെ വൈഫിൻ്റെ ഹൗസ് ചിറ്റൂര. ഇതൊക്കെ വളരെ കോയിൻസിഡൻ്റലായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ അച്ഛൻ നടക്കാൻ പോകുമ്പോൾ പരിചയപ്പെട്ടു പത്മരാജൻ സാറിൻ്റെ ഭാര്യയുടെ അച്ഛനെ, ശ്രീ മാണിക്യ മേനോൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ കൃഷ്ണേന്ദ്രൻ്റെ അടുത്ത് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത്, സ്ട്രെയിറ്റ് ഫോട്ടോ, പ്രൊഫൈൽ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത് അയച്ചു കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പത്മരാജൻ സാറിൻ്റെ ഒരു മറുപടി വന്നു, ഒരു സിനിമ പ്ലാനിങ് ആയിരുന്നു, പക്ഷെ അത് തൽക്കാലം വിഷമിക്കരുത്, നിരാശപ്പെടരുത്, ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. ഞാൻ മറുപടി എഴുതി. എനിക്കിപ്പോഴുള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ ആ പത്മരാജൻ സാറിൻ്റെ ആ എഴുത്തൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അന്ന് നമുക്കിതിനെപ്പറ്റിയൊന്നും ഒരു ബോധമില്ലല്ലോ. അതെ.
അതും കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഇയർ BA പഠിക്കുമ്പോഴാണ് നിങ്ങളിപ്പോൾ കാണുന്ന രവീന്ദ്രവേദത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പത്മരായ സാറ് വിളിക്കുന്നതും ഞാൻ ഉടനെ മദ്രാസിൽ പോകേണ്ടി വന്നതും. അവിടെ ചെന്നപ്പോൾ വേറൊരു പയ്യനും കൂടിയുണ്ട്, ഞങ്ങൾ 2 പേരെയും ക്യാമറ ടെസ്റ്റ് എടുക്കുന്നു, എന്നെ സെലക്ട് ചെയ്യുന്നു. എന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഷൂട്ടിംഗ് സമയത്ത് ഭരതേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെ സെലക്ട് ചെയ്തത് നീ ഭയങ്കര കഴിവുള്ള ഒരാളായതുകൊണ്ടാണെന്ന് നിനക്കൊരു വിചാരമുണ്ടോ ചോദിച്ചു എൻ്റെ അടുത്ത്. ഒന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും അതെന്താ സംഭവം എന്നറിയോ, മറ്റേ പയ്യൻ പരമ ബോറായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ എടുത്തതെന്നാണ് ഭരതേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണ് എന്തായാലും ഞാൻ ആ സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ അത് കാരണം ക്യാരക്ടർ ഇന്നതാണ് എന്നൊക്കെ അറിയാമെങ്കിലും ഇത് എത്രത്തോളമൊക്കെ ഇവർ എടുത്ത് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് വിഷ്വലിനെ പറ്റിയൊന്നൊരു ബോധമില്ലല്ലോ. അന്ന് അഭിനയിച്ചു പടം റിലീസ് ചെയ്തു എന്നുള്ളതല്ലാതെ പിന്നെ ഓരോ ഇൻ്റർവ്യൂവിലൊക്കെയാണ് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ആദ്യമായിട്ട് ഇത്രയും വലിയ ലവ് സീനൊക്കെ ജയഭാരതിയെ പോലെയുള്ള ഒരു ആക്ട്രസിൻ്റെ കൂടെ. നമുക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യത്തെ ദിവസമൊക്കെ. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വരുന്നത്. ആദ്യം ഞങ്ങളുടെ മാത്രമുള്ള സീൻസ്, പിള്ളേരുടെ സീനൊക്കെ എടുക്കുമായിരുന്നു. ഇവര് ജയഭാരതി ചേച്ചി വന്നിട്ട് അന്നാണ് ഞാനൊക്കെ ഞെട്ടിപ്പോകുന്നത്, ജയഭാരതി ചേച്ചിയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം അന്ന് നമ്മളാരുടെ അടുത്തും പുതിയ പിള്ളേരല്ലേ, നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ആരാ വരാൻ പോകുന്നതെന്നും, രതി ചേച്ചിയായിട്ട് ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഭാരതി ചേച്ചി വന്നിട്ട് ഒരാഴ്ചയും കൂടി ഞങ്ങൾ സാധാരണ സീൻസൊക്കെ എടുത്തതിന് ശേഷമാണ് ആദ്യമായിട്ടൊരു റൊമാൻറ്റിക് സീൻ എടുക്കുന്നത്. അന്ന് എൻ്റെ ദേഹം മുഴുവൻ വിറച്ച്. കാരണം നാട്ടുകാർ മുഴുവനെ നോക്കി നിൽക്കുകയാണ് ഒരു എസ്റ്റേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. ഈ ജോലിക്ക് പോകുന്നവർ ഇവരൊക്കെ ഷൂട്ടിംഗ് കാണാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് ഞാനൊരു ടർക്കി ടവലും എടുത്തുകൊണ്ട് ഇവരെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും ഇവർ സ്കൂളിലേക്ക് പോകാൻ വരുന്നതും ഭാരതി ചേച്ചി എണീറ്റ് നിന്ന് ഞങ്ങൾ കെട്ടിപ്പിടിക്കണം. ഇത്രയുള്ള സംഭവം. എന്നിട്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോൾ അത് തോന്നലാണ് എന്നുള്ളതാണ് സംഭവം. പക്ഷേ ഞാൻ പറഞ്ഞു ഭരതേട്ടൻ്റെ അടുത്ത്, സാർ നമുക്ക് റിഹേഴ്സൽ വേണ്ട, നേരെ ടേക്ക് പോവാം, എന്നാൽ പിന്നെ അത്രയും ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ ഈ ജയഭാരതി എന്നുള്ള പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ അന്നാണ് ഞാനൊക്കെ ആദ്യമായിട്ട്, എന്നുവെച്ചാൽ അവർ പറഞ്ഞു, മിസ്റ്റർ കൃഷ്ണചന്ദ്രൻ നിങ്ങൾ പുതിയ ആക്ടറാണ്, നിങ്ങൾക്കറിയില്ല ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഈ നമ്മളിപ്പോൾ ഇങ്ങനെ കെട്ടിയൊക്കെ പിടിക്കുമ്പോൾ മുഖമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ക്യാമറയിൽ അത് ഫ്രെയിമിൻ്റെ ഔട്ട് പോകുന്നുണ്ടോ, പല കാര്യങ്ങളും നോക്കാനുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. നിങ്ങൾ എണീക്കണം എന്നിട്ട് 4 റിഹേഴ്സൽ കെട്ടിപ്പിടുത്തം. അങ്ങനെയാണ് ആ സീനൊക്കെ ഷൂട്ട് ചെയ്തത്. അല്ല ഞാൻ പറയാം, അവരൊക്കെ ആ ഒരു ക്യാരക്ടർ ആവണമെങ്കിൽ പിന്നെ അതിന് പിന്നെ ഒന്നും നോട്ടമൊന്നുമില്ല. അത് കണ്ടിട്ടാണ് നമ്മളൊക്കെ തുടങ്ങുന്നത്, ഈ രംഗത്ത് വന്ന് തുടങ്ങിയത്. ഞാൻ കുറച്ച് അധികമായിപ്പോ എന്നെ പറഞ്ഞത്. ഇനി വേറെ ചോദ്യം ചോദിച്ചു. അതിനാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത് തന്നെ. ഒരുപാട് ഞങ്ങൾക്ക് ഇത് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ലല്ലോ. പക്ഷെ അത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അത് ക്യാരക്ടർ സാറിലോട്ട് എത്തിച്ചേരാനുള്ളതായിരുന്നു. അത് ഫൈനലി സാറിന്റെ കൈകളിൽ തന്നെ വന്നു. ഇപ്പൊ മാമിനോട്ട് വന്നു കഴിഞ്ഞാൽ മാം ഇപ്പോൾ എനിക്കൊന്നൊരു 175-180ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാമിനെ സീരിയലിലും അതുപോലെ സിനിമയിലും ഒക്കെയാണ് കാണുന്നത്. പക്ഷേ മാമിൻ്റെ കൂടുതലൊരു പ്രസൻസ് തമിഴ് ഇൻഡസ്ട്രിയിലുണ്ട്. ആ ഒരു തമിഴ് ഇൻഡസ്ട്രി കണക്ഷൻ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ ബേസിക്കലി തമിഴാണ്. എൻ്റെ അമ്മ തമിഴ്നാടാണ്, തൃശ്ശിരാപ്പള്ളിയാണ്. അച്ഛൻ മഞ്ചേരിയാണ്, പക്ഷെ സെറ്റിൽഡ് മഞ്ചേരി അച്ഛൻ. അവരും തമിഴ് ബ്രാഹ്മിൻസ് ആണ്. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ അവർ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന് അങ്ങനെ കല്യാണം കഴിച്ചതാണ്. ഞാൻ വളർന്നതൊക്കെ ചെന്നൈയാണ്. ഓ ശരി. എനിക്കൊന്ന് കാണുന്ന പ്രേക്ഷകർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് കല്യാണം കഴിച്ചതാണ്. കോഫി ബോർഡിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പല സ്ഥലത്തും ട്രാൻസ്ഫർ ആയപ്പോൾ പിന്നെ ചെന്നൈയിലെ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 പേരാണ്. മൂത്തത് ഏട്ടനും പിന്നെ ഞങ്ങൾ 3 സിസ്റ്റേഴ്സാണ്. ഞാനാണ് ഒടുക്കത്തത്. അപ്പൊ ഞങ്ങൾക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിരുന്നു. കൃഷ്ണകുമാരി നരേന്ദ്രനാണ് എൻ്റെ ഗുരു. അപ്പൊ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു. നാട്യനാടകം എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത സമയത്ത് നൃത്തനാടകം. അപ്പോൾ കൃഷ്ണലീല അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒക്കെ ചില പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലതിനൊക്കെ ചീഫ് ഗസ്റ്റായിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ വന്നിരുന്നു. അങ്ങനെയാണ് ഡയറക്ടർ ദുരൈ ഈ പശി പറഞ്ഞിട്ട് ഒരു നാഷണൽ അവാർഡ് ശോഭയ്ക്ക് കിട്ടി. ശോഭയായിരുന്നു അതിലെ ഹീറോ. ഉർവശി അവാർഡ് കിട്ടി. ആ സിനിമയുടെ ഡയറക്ടർ ആ സമയത്ത് ചെയ്തിരുന്നില്ല. അവരിങ്ങനെ വന്നിട്ട് എൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സ്റ്റേജിൻ്റെ പിന്നിൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ, ഒരു സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ ഒരു കഥാപാത്രമാണ്, ആ കുട്ടിക്ക് വരുന്ന ഇൻഫാക്ച്വേഷനാണ്, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ ഞാൻ അന്ന് ആ പ്രോഗ്രാമിൽ എൻ്റെ അച്ഛനും അമ്മയും വന്നിരുന്നില്ല, ചേച്ചിമാരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ
വീട്ടിൽ വന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് ഇൻട്രസ്റ്റ് ആണ് അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് ഉള്ളിൽ എപ്പോഴും ഉണ്ട്. സിനിമ പറഞ്ഞാൽ എന്തോ ഒരു, എൻ്റെ ഫാമിലിയിൽ ആർക്കും സിനിമയായിട്ട് ബന്ധമില്ല. പക്ഷെ എനിക്ക് ഉള്ളിൽ എന്തോ, ഞാൻ എന്തെങ്കിലും സിനിമ കണ്ടിട്ട് വന്ന ആ കഥാപാത്രമായിട്ട് മാറി ഞാനിങ്ങനെ അതെ അങ്ങനെ എന്തൊക്കെയോ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് അതെ അങ്ങനെയൊക്കെ ഇത് ചെയ്യുക, കണ്ണാടി മുമ്പിൽ നിന്ന് അഭിനയിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അച്ഛൻ ഇതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്, അച്ഛനമ്മയും. പിന്നെ അവർ വന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ സ്കൂളിൻ്റെ, അപ്പോൾ ഞാൻ 13 വയസ്സാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ പറഞ്ഞില്ല, ശനി ഞായറായിട്ട് ആകെ 7 ദിവസമേ വരുള്ളൂ വർക്ക്, നമ്മൾ സാറ്റർഡേ സൺഡേ ആയിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട്. ആ ഒരു പ്രായത്തിൽ വരുന്ന ഇൻഫാക്ച്വേഷനും അതിലെ കുട്ടിക്ക് പ്രശ്നമാവുന്നതും മരിക്കുന്നതൊക്കെയാണ്. സീമ ചേച്ചിയായിരുന്നു എൻ്റെ ഒരു ചേച്ചിയായിട്ട് അഭിനയിക്കുന്നത്. അതെ അതെ അതെ. സാറിന്റെയും മാമിന്റെയും ഒക്കെ രണ്ടുപേരുടെയും കഥ കേൾക്കലും പാരന്റ്സിൽ നല്ലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ ഒരു ഫീൽഡിലേക്ക് എത്തിക്കുന്നതിന് അല്ലേ? കൂടെ തന്നെ ഉണ്ടാവും അച്ഛനും അമ്മയും. ഇപ്പൊ മാമിന്റെ ആണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഷൂട്ടിംഗ് കാണാൻ വന്നിട്ടേയില്ല. അത് കാരണം അവർക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവിക്കാൻ പോകുന്നത്. സിനിമ കണ്ടപ്പോഴാണ്, ഓ ഇതൊക്കെയാണ് ഇയാൾ ചെയ്തത്. എന്തോ ഭാഗ്യത്തിന് ചീത്തയൊന്നും പറഞ്ഞില്ലായിരുന്നു. മാമിൻ്റെ ആണെങ്കിൽ ഇപ്പം തമിഴ് അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ മാം ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ മാമിന് ക്ലോസ് ടു യുവർ ഹാർട്ട് എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ ഏതാണ് കൂടുതൽ? ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ക്യാരക്ടർ റോൾസാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, ഹീറോയിനായിട്ടല്ല. തമിഴിലാണെങ്കിൽ കുറേ കോമഡി കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വൈജി മഹേന്ദ്രൻ കേട്ടിട്ടുണ്ടോ തമിഴത്തെ? പുള്ളിയും ഞാനൊരു കോമ്പിനേഷനായിട്ട് കുറേ പടങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ സീരിയസ് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ ചെയ്തത് ചോക്ലേറ്റ്, പൃഥ്വിരാജിന്റെ അമ്മ. ഏതാണ് മനസ്സിൽ? അല്ല മനസ്സ് ഞാൻ പറയാം, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് പറയാൻ. മെമ്മറീസ് ഉണ്ട് പൃഥ്വിരാജിന്റെ അമ്മയായിട്ട്. ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ സീരിയലില് അമ്മ മനസ്സ് KK രാജീവിന്റെ, അത് ആ ഒരു അമ്മയുടെ ഭയങ്കര എന്താ പറയാ, എല്ലാ വിഷമങ്ങളും ഉള്ളിലുണ്ട്, പക്ഷെ പുറത്ത് അത് ഇങ്ങനെ കൺട്രോൾഡ് ആയിട്ട് അഭിനയിപ്പിച്ചു എന്നെ. പക്ഷെ അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു ആ ഒരു അമ്മ. ഭയങ്കര പവർഫുൾ അമ്മ റോളായിരുന്നു. അത് ഞാനിപ്പോൾ മാമിനോട് ഞാൻ ചോദിക്കാനിപ്പോൾ ഇരുന്നതും ഇത് തന്നെയാണ്. കാരണം മാമിൻ്റെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല അമ്മ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ചിന്താവിഷയം, അതുപോലെ കലി, ഹൗ ഓൾഡ് ആർ യു, ചോക്ലേറ്റ്, അതെ, ഇങ്ങനത്തെ കുറെ സിനിമകളിൽ അമ്മ റോളാണ്. അപ്പം ഞാൻ ആലോചിച്ച് ചെയ്തു മാം കൂടുതൽ ഇങ്ങനെ അമ്മമാരുടെ റോള് എന്തായിരിക്കും എന്ന് വെച്ചു. പക്ഷെ ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. കാരണം മാമിന്റെ മുഖം ഭയങ്കര ഗ്രേസ്ഫുൾ ആണ്, ഒരു എന്താ പറയാ ഭയങ്കര മാതൃത്വം തുളുമ്പുന്ന ഒരു ഫേസ്. ഇന്നത്തെ ചിന്താവിഷയത്തെ ശരിക്കും ഒരു നെഗറ്റീവ് റോളാണ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു തമിഴ് അതിലാണ് ഞാൻ ഒറിജിനൽ ആയിട്ട് ഡബ് ചെയ്തത്. തമിഴ് തന്നെയാണ് അപ്പൊ ഈ ഫേസും ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണോ ഈ അമ്മ റോൾസ് ഒക്കെ മാമിലോട്ട് എത്തി വരുന്നത്? അതെനിക്ക് പറയാൻ അറിയുന്നില്ല, ഇങ്ങനെ കിട്ടുന്നുണ്ട് അങ്ങനത്തെ. പക്ഷെ എന്നാലും ഈ മാം ചെയ്തിട്ടുള്ള ഈ മദർ റോൾസിൽ മാമിന്റെ റിയൽ ലൈഫിലും ഒരു അമ്മയാണല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? കുറേ കഥാപാത്രങ്ങൾ കുറേ സിനിമയിൽ നമ്മൾ അമ്മയായിട്ട് ചെയ്യുമ്പോൾ പല സീക്വൻസസ് നമുക്ക് തോന്നും. നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ മോളായിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതി, അങ്ങനെയൊക്കെ ചില കഥാപാത്രങ്ങൾ വരുമ്പോൾ നമുക്ക് വെബ് സീരീസ് ചെയ്യുമ്പോഴും തോന്നും. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും സംസാരിച്ചിട്ടുണ്ടല്ലോ മോളായിട്ട്, അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ കുറേ, അത് എനിക്ക് ഒരു സിനിമ എന്ന് പറയാൻ പറ്റില്ല. ചില സീനുകളിൽ നമുക്ക് തോന്നും ഇങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബമായിട്ട് അത് ചില സിറ്റുവേഷൻസിൽ ഇത് ബന്ധപ്പെടാറുണ്ട് എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ സാറിലേക്ക് വരാണെങ്കിൽ കൃഷ്ണദത്ത് സാറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു പേരാണ് ഇളയരാജ സാർ. ഇളയരാജ സാറിന് വേണ്ടി സാറ് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇളയരാജ സാർ ഇങ്ങനെ ഒരു കുറെ യുണീക്ക് വോയിസസ് കണ്ടുപിടിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക ഒരു കഴിവുണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ വോയിസ് എങ്ങനെയാണ് ഇളയരാജ സാറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്? അതിപ്പോൾ ഞാൻ ശരിക്കും കോളേജ് പഠിക്കുമ്പോഴേ ഭയങ്കര ഇളയരാജ ഫാനാണ്. കാരണം ആ സമയത്ത് ഒരു ഡിഫറെൻറ്റ് സൗണ്ടിങ്, നമുക്ക് ഒരു 90s റഹ്മാൻ വന്നിട്ട് ചെറിയ കൊച്ചു പിള്ളേരെയൊക്കെ അട്രാക്റ്റ് ചെയ്തില്ലേ, അതുപോലെ ഞങ്ങളെയൊക്കെ ആ ഒരു 15-16 വയസ്സ് സമയത്ത് അതുവരെ കേൾക്കാത്ത ഒരു സൗണ്ടിങ്, ഒരു മ്യൂസിക്, ഒരു വെസ്റ്റേൺ മ്യൂസിക്കും ഇന്ത്യനും ഒക്കെ കലർന്നിട്ടുള്ള ഒരു സംഭവം, ബുദ്ധിപൂർവ്വമുള്ള മ്യൂസിക്. അതാണ് ഞങ്ങൾ മ്യൂസിക് സ്റ്റുഡൻസ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. അതിൻ്റെ ചില കോഡ്സ്, ചില ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന ചില കോഡ്സ്, ചില ബേസ് ഗിറ്റാറിൻ്റെ ചില നോട്ടുകൾ, അതൊക്കെ ഞങ്ങൾ അതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു സാധനം. അങ്ങനെ ഇളയരാജ എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ചിറ്റൂർ എന്നുള്ള സ്ഥലത്ത് ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഇളയരാജ ഫാൻസാണ് ഞങ്ങൾ, ഭയങ്കര ഫാൻസാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിൽ സ്ഥിരതാമസമായി മലയാളത്തിൽ പാടാൻ തുടങ്ങിയ സമയത്ത്
ഇടവേള എന്ന് പറഞ്ഞൊരു സിനിമ, ഇടവേള ബാബു എന്നൊക്കെ കേട്ടില്ലേ? ഇടവേള എന്നുള്ളൊരു സിനിമയാണ്, ഒരു ഫേമസ് സിനിമയാണത്. ആ സിനിമയുടെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ആ സിനിമയിൽ ഞാനൊരു പാട്ട് പാടിയിരുന്നു. അത് എം ബി ശ്രീനിവാസൻ എന്നുള്ള ദാസേട്ടനൊക്കെ, യേശുദാസിനെ മലയാള സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത മ്യൂസിക് ഡയറക്ടറാണ് എം ബി ശ്രീനിവാസൻ്റെ ഉഗ്രം പാട്ടുകളാണ് എല്ലാ പാട്ടും. ഒരു സ്വല്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, വെറുതെ അങ്ങോട്ട് പാടാൻ പറ്റില്ല. അത് ദാസേട്ടനും ജാനകിയമ്മയും ജയേട്ടനും ഒക്കെ തന്നെ വേണം ആ പാട്ടുകൾ ശരിക്കും പാടാൻ. ഓഫ് കോഴ്സ് പിന്നീട് വന്ന ചിത്രയും ഒക്കെ അവരൊക്കെ തന്നെ വേണം. കുറച്ച് നന്നായിട്ട് കുറച്ച് സ്റ്റഫുള്ളവർക്കേ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഇടവേളയിൽ ഞാൻ പാടിയിരുന്നു. അപ്പോൾ ആ ഡയറക്ടർ മോഹൻ എന്നുള്ള ഡയറക്ടർ, ശാലിനി എൻ്റെ കൂട്ടുകാരി എന്നുള്ള സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത മോഹൻ സാറിൻ്റെ പടമായിരുന്നു. അപ്പോൾ മോഹൻ സാർ ഈ സിനിമയ്ക്ക് ശേഷം, ഇടവേളയ്ക്ക് ശേഷം ചെയ്ത പടം ആലോലം എന്ന് പറഞ്ഞൊരു പടം, അതിൽ ഇളയരാജ സാറാണ് മ്യൂസിക്. അപ്പോൾ അതിൻ്റെ കമ്പോസിങ്ങിന് അവരിയ്ക്കുമ്പോൾ രാജാ സാർ വെറുതെ ചോദിച്ചു, മലയാളത്തിൽ യാറാവത് പുതു പസംഗ ഇരിക്കാങ്കളാ പാടുறதுக்கு എന്ന് ചോദിച്ചു എന്ന്. കാരണം അങ്ങനെ ഇങ്ങനെ ഇത് പറഞ്ഞ പോലെയാണ് എല്ലാം ഇങ്ങനെ പുതിയ ശബ്ദങ്ങളെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഡയറക്ടർ മോഹൻ സാർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ പടത്തിൽ കൃഷ്ണേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ പാടിയിട്ടുണ്ട്, അവർ കിട്ട വരസുള്ള അവരോട് വരാൻ പറയുള്ളൂ. അങ്ങനെ അതിൻ്റെ കമ്പോസിങ് നടക്കുമ്പോഴാണ് ഞാൻ പോയിട്ട് രാജാ സാറിൻ്റെ മുമ്പിൽ പാടി കാണിച്ചു കൊടുക്കുന്നു, ഒരു കീർത്തനം പാടുന്നു. പോയിട്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നു. നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു, ശരി എന്ന് പറഞ്ഞു വരികയും ചെയ്തു. അത് കഴിഞ്ഞ് 2-ാം ദിവസം എന്നെ റെക്കോർഡിങ്ങിന് വിളിക്കുകയാണ്. അത് തമിഴായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓൺ പ്രൊഡക്ഷൻ. അതെ, അദ്ദേഹത്തിൻ്റെ അലൈകൾ ഒയ്വതിലേക്ക് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കോഴി കൂവുത് എന്ന് പറഞ്ഞ പടം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗംഗാമരൻ തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമ. അപ്പോൾ അത് ജാനകിയമ്മയും ഞാനും കൂടിയുള്ളൊരു പാട്ടായിരുന്നു. അതൊരു പ്രത്യേക പാട്ടായിരുന്നു. അതിങ്ങനെ ഒരു സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഹിറ്റായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ കുറേ കാലത്തിന് ശേഷം കൂടി നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഏതോ മോഹം ഏതോ അത് നിങ്ങളാണോ പാടിയിട്ടുള്ളതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാരണം പലർക്കും ഈ സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ടേഴ്സിൻ്റെ പോലെ മുഖമൊന്നും അറിയില്ല. അവർക്ക് അറിയുന്ന ഒരു ദാസേട്ടനെ അറിയാം, ജയേട്ടനെ അറിയാം, SP ബാലസുബ്രഹ്മണ്യത്തിനെ അറിയാം, അങ്ങനെ കുറച്ച് പേര്, ചിത്ര, അങ്ങനെ ഞാൻ പറഞ്ഞ ആ കാലത്താണ് അടുത്ത് പറഞ്ഞത്, ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ പലർക്കും ഞാനാണെന്ന് തന്നെ അതറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. കാരണം രാജാ സാറും ഗംഗാമരൻ സാറുമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ട്രാക്ക് പാടി വെച്ചിട്ട് അത് കേട്ടിട്ടാണ് ഞങ്ങൾ പാടിയതൊക്കെ. ഞാനും ജാനകിയമ്മയുടെ കൂടെയാണ് എൻ്റെ ആദ്യത്തെ ഈണ എന്നുള്ള സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ചൊരു ഒരു ദാസേട്ടനും ജാനകിയമ്മയുടെയും കൂടെ ഒരു പാട്ട് പാടാനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നു. ഇത് ജാനകിയമ്മയുടെ കൂടെ ഡുവറ്റ്, പിന്നെ ജാനകിയമ്മയുടെ കൂടെ കുറേ ഡുവറ്റുകൾ എനിക്ക് പാടാനുള്ള അവസരം കിട്ടി. പിന്നെ ഇളയരാജ സാർ ഇതുപോലെ തന്നെ ഒരു സ്ട്രിക്റ്റ് പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്രാക്ടീസ് അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻസിൽ ഉണ്ടായ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ? ഇഷ്ടം പോലെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറയുന്നത് നന്നായി പാടിയെന്നൊന്നും നമ്മുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാറില്ല പുള്ളി. അത് ആരുടെയും എനിക്കങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നിയില്ല. പുള്ളി നമ്മുടെ ശരിക്കും മലയാളത്തിലേക്ക് ദേവരാജ മാസ്റ്റർ എന്നൊക്കെ പറയും. ദേവരാജ മാസ്റ്ററുടെ ഒരു സ്കൂളുണ്ട്, ഭയങ്കര സ്ട്രിക്റ്റാണ്. പാട്ട് പ്രൊഡ്യൂസർ ചോദിച്ചാൽ പോലും പുള്ളി കേൾപ്പിച്ചു കൊടുക്കില്ല റെക്കോർഡിങ്ങിന് മുമ്പ്. പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർ, പക്ഷേ ആ പാട്ടൊന്ന് കേൾക്കാൻ പറ്റും, അത് റെക്കോർഡിങ് തിയേറ്ററിലോട്ടങ്ങ് വന്നാൽ മതി എന്ന് പറയും. അങ്ങനെയുള്ള. അപ്പോൾ ദേവരാജ മാസ്റ്ററുടെ കൂട്ടത്തിൽ ഓർക്കസ്ട്ര വായിച്ചിരുന്ന ആളാണ് ഇളയരാജ സാറ്. ഗിറ്റാർ വായിക്കും, കീബോർഡ് വായിക്കും, എല്ലാം അറിയും. പുള്ളി ഒരു സകലകലാവല്ലഭനായിരുന്നു രാജാ സാറേ. അത് ഒന്നും ഇല്ലാത്തൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് വെസ്റ്റേൺ മ്യൂസിക്കും പഠിച്ച് കർണാട്ടിക്കും പഠിച്ച് ഇത്രയും ഒരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ, കാരണം അദ്ദേഹത്തിൻ്റെ കമ്പോസിങ് എന്ന് പറയുന്നത് ഞാനൊക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും. ബാക്കിയുള്ളവരുടെയൊക്കെ നമുക്ക് ഇപ്പോൾ രാത്രി ഇരുന്ന് റൂമിനകത്തിരുന്നൊരു പാട്ടുണ്ടാക്കി എന്ന് പറയുന്ന പോലെ അല്ല, നമ്മൾ കാണുകയാണ് മുമ്പിൽ നിന്ന് പാട്ട്. പുള്ളിക്ക് അവിടെ വന്നിരുന്ന് ഹാർമോണിയത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് രാവിലെ ഓർക്കസ്ട്രയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് ഇന്ന് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് പുള്ളി കുറേ എണ്ണം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് മറ്റേ ടേപ്പിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു അസിസ്റ്റൻറ്റ് സാർ ഈ പാട്ടാണ് ഇന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോഴാണ് പുള്ളി ആ പാട്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പോഴങ്ങ് ഇരുന്ന് നൊട്ടേഷൻ ഉണ്ടാക്കണം, ഓർക്കസ്ട്രേഷൻ ഇരുന്നിട്ട് അത് അത് പുള്ളി ഹാർമോണിയത്തിൻ്റെ മുമ്പിൽ, ഹാർമോണിയം വായിച്ചു പോലും നോക്കില്ല. ഹാർമോണിയം ഉണ്ട് മുമ്പിൽ, പക്ഷെ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണാം. എന്നിട്ട് എഴുതിക്കൊള്ളാൻ പറയും. ബേസ് ഗിറ്റാറിനുള്ള നോട്ട്, മറ്റേ നോട്ട്, മറിച്ച നോട്ട്, വയലിനിസ്റ്റ്, ഇത് മൊത്തം ആരുണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് തന്നാൽ ഞാനിവിടുന്ന് തലകുത്തി നിൽക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരാളില്ല.
സിനിമാ ഫീൽഡിൽ. അദ്ദേഹത്തിനെ പറ്റി ഇപ്പോഴും പലരും പല രീതിയിലൊക്കെ സംസാരിക്കുന്നേക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഇത്രയും കഴിവുള്ള ഒരാൾ വേറെ മുമ്പും ഉണ്ടായിട്ടില്ല, പിന്നെ ഉണ്ടാവില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അത്രയും ഞാനൊക്കെ ഒരു ഇളയരാജ ഫാനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ കുറേ കാലത്തിന് ശേഷം പാടിയിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ ചീത്ത പറഞ്ഞു കൊടുക്കാം, എനിക്ക് പാട്ട് തരുന്നില്ല, അയാൾക്ക് എന്ത് പാട്ടാ പറഞ്ഞ് നടക്കാം. കാരണം പല സിംഗേഴ്സും അങ്ങനെയാണ്, നമുക്ക് പാട്ട് കിട്ടാതെ ആകുമ്പോൾ നമ്മൾ ചീത്ത പറയും. പക്ഷേ എനിക്ക് ഇളയരാജ എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിന് മരണം വരെ ഞാനൊരു കട്ട ഫാൻ എന്നൊക്കെ പറയില്ല നമ്മൾ മലയാളത്തിൽ പറയുന്നത്, കട്ട ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ചീത്ത കേട്ടിട്ടുണ്ട്. ഇതുപോലെ സംഗതിയൊക്കെ നമ്മൾ എക്സ്ട്രാ ചിലപ്പോൾ പാടുമ്പോൾ, കാരണം നമ്മൾ വിത്ത് ഓർക്കസ്ട്രയല്ലേ പണ്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 4-5 പ്രാവശ്യമൊക്കെ വല്ലവരൊക്കെ തെറ്റിച്ചിട്ട് ഒരു ടേക്കും കൂടി വരും, ഫ്ലൂട്ട് തെറ്റിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ തെറ്റിച്ചിട്ടായിരിക്കും. കുറച്ച് പാടി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പുതിയ ചില സംഗതികളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പാടിയപ്പോൾ രാജ സാർ പറഞ്ഞു, കൃഷ്ണചന്ദ്രൻ അതൊക്കെ ഞാൻ നേരത്തെ കുറേ പാട്ടിലിട്ടിട്ടുള്ള സംഗതിയാണ്, പറഞ്ഞു തന്നത് പാടിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അത്രയ്ക്കുള്ള ചീത്തയ്ക്കുള്ളൂ. പക്ഷെ അത് കേട്ടാൽ തന്നെ നമുക്ക് മൂഡൗട്ടാണ്. ഞാൻ ശൈലജയുടെ കൂടെ പാടുമായിരുന്നു പാട്ട്, SP ശൈലജയുടെ കൂടെ. ശൈലജ വേഗം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല, അത് ധൈര്യമായിട്ടും നമുക്കത് കേൾക്കുമ്പോൾ മൂഡൗട്ടാവരുത്. അപ്പം ഞാൻ ശൈലജയോട് പറഞ്ഞു, മൂഡൗട്ടാവരുത് നിങ്ങൾക്ക് പറയാം, കാരണം നിങ്ങൾ 16-ാമത്തെ വയസ്സ് മുതൽ ഇദ്ദേഹത്തിൻ്റെ ചീത്ത കേട്ടുകൊണ്ടിരിക്കുക. എത്രയോ ചെറുപ്പത്തിൽ തുടങ്ങി ശൈലജയുടെ പാട്ട്. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഇത് 1-2 പ്രാവശ്യം ഇതുപോലെ ചെറിയ സാധനങ്ങളൊക്കെ മാറ്റിയിടുമ്പോൾ അത് നല്ല ഇருக்கு, അത് അപ്പടിയേ വെച്ചുക്കോ എന്നും പറഞ്ഞിട്ടുണ്ട് രാജ സാർ. അതെ, ചീത്ത കേട്ടതെന്ന് പറയുന്നത് നല്ലൊരു ചീത്ത എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായത്, എനിക്ക് ഷൂട്ടിംഗ് ഉള്ളൊരു ദിവസം രാവിലെ 5 മണി വരെ ഷൂട്ടിംഗ്, ഉറങ്ങിയിട്ടില്ല. ഒരു സിംഗറെ സംബന്ധിച്ചിടത്തോളം ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, ശബ്ദം തുറന്ന് കിട്ടണമെങ്കിൽ. ഞാൻ രാവിലെ അന്ന് എനിക്ക് 3 പാട്ട് പാടാനുണ്ട് രാജാ സാറിൻ്റെ. രാവിലെ 7 മണിക്ക് ഞാൻ സ്റ്റുഡിയോയിലെത്തി, 5 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോയി കുളിച്ച്, അമ്മൂമ്മയുടെ കൂടെ ഞാൻ താമസിക്കുന്നത്, കുളിച്ച് വന്ന് 7 മണിക്കൊരു പാട്ട്, 2 മണിക്കൊരു പാട്ട്, 5 മണിക്കൊരു പാട്ട്, 3 പാട്ട് പാടാനുണ്ട് വിത്ത് ഓർക്കസ്ട്ര. അല്ലാതെ വോയിസ് മിക്സിംഗ് അല്ല. വോയിസ് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓർക്കസ്ട്ര എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാട്ട് മാത്രം പാടിയിട്ട്, ഇത് അതല്ല, ഓർക്കസ്ട്ര ഒക്കെ എടുക്കണം. ആദ്യത്തെ പാട്ട് ശ്രീധർ എന്ന് പറഞ്ഞ വലിയൊരു ഡയറക്ടറുണ്ട്, പണ്ടത്തെ എന്ത് പടം, കുറേ വലിയ പടങ്ങൾ, ഇളമൈ ഊഞ്ചലാടുകരുത്, അങ്ങനെ പല സിനിമകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ഭയങ്കര സിനിമകളൊക്കെ, നെഞ്ചിലൊരാലയം ഒക്കെ ഡയറക്റ്റ് ചെയ്ത് ശ്രീധറിൻ്റെ സിനിമയായിരുന്നു അത്. രഘുവരൻ്റെ തുടക്കകാലം, രഘുവരന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പാട്ട്. അപ്പോൾ അത് പാടി കഴിഞ്ഞാൽ, ഞാനും ശശിരേഖ എന്ന് പറഞ്ഞൊരു സിംഗറായിരുന്നു, നല്ലൊരു പാട്ടായിരുന്നു. അപ്പോൾ പാടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നൊക്കെ ഈ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് കേൾക്കുന്ന ഒരു ശീലമുണ്ട്. ഓർക്കസ്ട്ര വായിച്ചവർ, മ്യൂസിക് ഡയറക്ടർ, നമ്മൾ പാടിയവർ, നമ്മളങ്ങനെ അവിടെ നിൽക്കും. അത് ആദ്യമായിട്ട് നമ്മൾ പാടിയതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കേൾക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഓർക്കസ്ട്രക്കാരൊക്കെ ചിലർ പറയാം നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചിലർ അങ്ങനെയൊക്കെ പറയും. ഇതിന് കഴിഞ്ഞ ഉടനെ എൻ്റെ ഭയങ്കര നേസൽ വോയിസ് ആയിരുന്നു അത്, കാരണം ഈ ഉറങ്ങിയിട്ടില്ല, പിന്നെ ഈ സ്റ്റണ്ട് സീനൊക്കെ അഭിനയിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, രാജാ സാർ ചോദിച്ചു, എന്നാച്ച് എന്താ പ്രശ്നം? സാർ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഉറങ്ങിയിട്ടില്ല തീരെ. 2 തോണിയിൽ ഒരേ സമയത്ത് കാൽ വയ്ക്കല്ലേ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് വന്ന സിനിമകളൊക്കെ വിട്ടത്. ആ സമയത്ത് അഭിനയിക്കാൻ വന്ന ചാൻസുകളൊക്കെ ഞാൻ ഒഴിവാക്കി ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്നുള്ളത് നമുക്കൊരു ഏറ്റവും വലിയ സംഭവമായിരുന്നു. പക്ഷെ ആ സമയത്താണ് കറക്റ്റായിട്ട് ഏകദേശം ആ ഒരു സമയത്താണ് മനോ എന്നൊരു പാട്ടുകാരനെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മനോവിനാണ് ഏറ്റവും കൂടുതൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കിട്ടിയത് ഞങ്ങളുടെ ജനറേഷനിൽ. ഞാനതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയല്ല കേട്ടോ, പക്ഷെ അങ്ങനെയാണ് സംഭവിച്ച കാര്യം അതാണ്. അതിനുശേഷം അപ്പോൾ എനിക്കൊക്കെ നാച്ചുറലി പാട്ടുകൾ കുറഞ്ഞു ആ സമയത്ത് എന്നുള്ളതാണ് രാജാ സാറിൻ്റെ അടുത്തുണ്ടായ. എന്നാലും രാജാ സാർ ഇപ്പോഴും എൻ്റെ ഗുരുനാഥനാണ്, എനിക്ക് ബഹുമാനമാണ്. നിങ്ങളിപ്പോൾ മ്യൂസിക് സ്റ്റുഡൻസും കൂടെ ആയിരിക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ പാടാൻ പറ്റാന്ന് പറയുന്നത് വലിയ ജീവിതത്തിലൊക്കെ അപൂർവം ആൾക്കാർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. കുറേ പാടി, ഞാനൊരു 10-60 പാട്ടുകളെങ്കിലും പാടി, തമിഴും മലയാളം ഒക്കെ കൂടി ചേർന്ന്. അതെ, അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷനിൽ സാറിൻ്റെ ശബ്ദത്തിൽ പാട്ട് ഞങ്ങൾക്ക് 2 വരി. മലയാളത്തിൽ പാടിയത് മറ്റേ അല്ലിയിളം പൂ എന്നുള്ള വളരെ ഫേമസ് ആയ, ആ സമയത്ത് അത്ര വലിയ ഫേമസ് ഒന്നുമല്ല പാട്ട്. പിന്നീട് ഈ എന്താണ് പറയുക, റിയാലിറ്റി ഷോസൊക്കെ വന്നതിന് ശേഷം കുറേ കുട്ടികളെടുത്ത് പാടിയതിന് ശേഷം ഇതുപോലൊരു താരാട്ട് പാട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു പലരും ലേഖനങ്ങളൊക്കെ, രവി മേനോനെ പോലെയുള്ളവർ ലേഖനമൊക്കെ എഴുതിയപ്പോൾ മലയാളത്തിലെ ഒരു 15 താരാട്ട് പാട്ടുകൾ എടുത്താൽ അതിലൊരു പാട്ട് അല്ലിയിളം പൂവാണ്. മറ്റേ ഫസ്റ്റ് പാട്ട് എല്ലാവരും എപ്പോഴും പറയുന്നത്
പാട്ടുപാടി എന്നാണ് സുശീലാമ്മ. അങ്ങനെ കുറേ പാട്ടുകളുടെ ലിസ്റ്റിൽ അല്ലിയിളമ്പൂവും കൂടി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ എ എസ് പ്രിയെ പോലെയുള്ളൊരു സാഹിത്യകാരിയൊക്കെ എന്നെയും വിളിച്ചിട്ട് ആദ്യം, അല്ല ഏതൊരു ലേഖനത്തിലോ അതെന്താണ് ലേഖനത്തിലാണ് എഴുതിയത്, ഇങ്ങനെ എൻ്റെ കുട്ടിയെ ഞാൻ ഉറക്കുന്നത് അല്ലിയിളമ്പൂവ് വെച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ അങ്ങനെയൊന്നും ആരും എൻ്റെ പാട്ടിനെ പറ്റി പറയുന്നത് കേട്ടിട്ടില്ല. ഒന്നാമത് ഞാൻ അങ്ങനെ അത്ര മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ വളരെ കുറവേ പാടിയിട്ടുള്ളൂ. എനിക്ക് കിട്ടുന്നതൊക്കെ ഒരു തരം ബഹളമുള്ള പാട്ടുകളായിരിക്കും. പിന്നെ ബാഗി ജീൻസും ഇങ്ങനത്തെ പാട്ടുകളാണ്. അപ്പോൾ ഈ മെലഡി ആയിട്ടുള്ള പാട്ടുകൾ വളരെ കുറവായതുകൊണ്ട് ഞാനത് അന്തം വിട്ടുപോയി. എനിക്ക് ഒരാളിങ്ങനെ പറഞ്ഞു എന്നൊക്കെ കേട്ടപ്പോൾ എന്തായാലും ആ പാട്ട് ഞാൻ ശ്രമിക്കാം. അല്ലീളം പൂ ഇല്ലിമുളം തേനോ അല്ലീളം പൂ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. ഒരുപാട് സന്തോഷം സർ. നമ്മള് മറ്റേ ഫോണിലും ടി വിയിലും ഒക്കെ കേട്ട് ശബ്ദം നേരിട്ട് കേൾക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരുപാട് ഭാഗ്യം. താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ളൊരു വോയിസ് ആണ്. എസ്പെഷ്യലി ഡബിങ്ങിലോട്ട് വരുമ്പോൾ ഇപ്പോൾ റഹ്മാൻ്റെ ആണെങ്കിലും ഈവൻ കാബൂളിവാലയിലെ വിനീതിൻ്റെ, അതുപോലെ ഞങ്ങൾ പെൺകുട്ടികളുടെയൊക്കെ ഹട്ടറും വരുന്ന ചാക്കോച്ചൻ്റെ സൗണ്ട് അനിയത്തി പ്രാവിലെ, ഇതിനൊക്കെ സ്റ്റേറ്റ് മാത്രം അതിലൊക്കെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അപ്പോൾ സാറ് ഈ മ്യൂസിക് ഫോളോ ചെയ്ത് വന്നൊരാൾ എങ്ങനെയാണ് പെട്ടെന്ന് ഡബിങ്ങിലോട്ട് കയറിയത്? മ്യൂസിക് ഫോളോ ചെയ്ത് വരിക എന്ന് പറഞ്ഞാലേ, ഞാൻ സിനിമാ ഫീൽഡിലേക്ക് അഭിനയിക്കാൻ വരുമ്പോഴേ ഞാൻ മ്യൂസിക് സ്റ്റുഡൻ്റാണ്. MBA മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് പാട്ടല്ല കിട്ടിയത്, അഭിനയിക്കാനുള്ള ചാൻസാണ് കിട്ടിയത്. അങ്ങനെ ഞാനൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു 8-10 പടം ചെയ്തു. എന്നിട്ട് ഞാൻ BA മ്യൂസിക്കിന് ഫസ്റ്റ് റാങ്ക് കിട്ടി. എന്തോ ഒരു എന്താ ആൾക്കാരുടെ ഒരു ഗതികേടെ. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 1980 ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് ഞാൻ BA മ്യൂസിക്. അപ്പോൾ MA മ്യൂസിക് പഠിക്കാനെന്ന് ആൺകുട്ടികൾക്ക് കേരളത്തിൽ സ്ഥലമില്ല. പെൺകുട്ടികൾക്കാണെങ്കിൽ ട്രിവാൻഡ്രം വിമൻസ് കോളേജൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എവിടെ പഠിക്കാം, ചിലരൊക്കെ ഡൽഹിയിൽ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്നൈ മദ്രാസ് യൂണിവേഴ്സിറ്റി, അങ്ങനെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MA മ്യൂസിക്കിന് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു സെമസ്റ്ററൊക്കെ ആകുമ്പോഴേക്കും തന്നെ എനിക്ക് മതിയായി. കാരണം എൻ്റെ അച്ഛനൊക്കെ ഞാനവിടെ MA മ്യൂസിക് എടുക്കണം, എന്നിട്ടൊരു PhD എടുക്കണം, എന്നിട്ടൊരു കോളേജിൽ ലെക്ചറർ ആവണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്, അച്ഛാ ഞാനൊക്കെ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചാൽ അതൊരിക്കലും ശരിയാവില്ല. അത് കാരണം എൻ്റെ ഇഷ്ടത്തിന് വിടുമെന്നല്ല, എന്നാൽ പിന്നെ തൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അങ്ങനെ ഞാൻ ഫസ്റ്റ് സെമസ്റ്ററോട് കൂടി MA മ്യൂസിക് വിട്ടു. ആ സമയത്ത് ഞാൻ കുറച്ച് ഗാനമേളകളൊക്കെ ചെയ്യുന്നുണ്ട്, ഈ ആക്ടർ എന്നുള്ള നിലയ്ക്കുള്ള ഗാനമേള. അങ്ങനെ ഞാൻ സിംഗറാണെന്നുള്ളത് നാട്ടുകാർക്കൊന്നും അറിയില്ല. കുറച്ച് പേർക്ക് മ്യൂസിക്കുമായിട്ട് താല്പര്യമുള്ളവർക്ക് റാങ്ക് ഹോൾഡറാണ്. പല കോമ്പറ്റീഷനും ആ സമയത്ത് പ്രൈസ് കിട്ടി. കാരണം ഞാനൊക്കെ കുട്ടിക്കാലത്ത് മത്സരത്തിന് പോകുമ്പോൾ ഞങ്ങൾ ചിത്ര, അരുന്ധതി, കാവാലം ശ്രീകുമാർ, ഞങ്ങളൊക്കെ ഉണ്ടാവും, സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ, സുജാത. അപ്പം അങ്ങനെയൊക്കെ ഇപ്പം പിന്നീട് ഫേമസ് ആയ പലരും ആ സമയത്ത് മത്സരങ്ങളിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ ഗാനമേളകൾക്ക് പോകുന്ന സമയത്ത് ഞാനൊരു സ്റ്റാർ നൈറ്റിൽ പങ്കെടുത്തു. ഒരു ആക്ടറാണല്ലോ ഞാൻ. അപ്പോൾ കോഴിക്കോട് വെച്ച് നടന്നൊരു സ്റ്റാർ നൈറ്റിൽ പങ്കെടുത്തിട്ട് ഞാൻ 2 പാട്ട് പാടി. ഒന്ന് സ്വപ്നങ്ങളെ വീണുറങ്ങൂ എന്നുള്ള ദാസേട്ടൻ്റെ പാട്ടും, പിന്നെ റഫി സാബിൻ്റെ ചാഹുങ്കമേ തുജേ എന്നുള്ള പാട്ടും. ഇത് കാലിക്കറ്റിൽ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര റഫി സാബിൻ്റെ ഫാൻസാണ്. അത് മര്യാദയ്ക്ക് പാടിയില്ലെങ്കിൽ അടി കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചാഹുങ്കമേ തുജേ പാടിയപ്പോൾ അതെന്തോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കാരണം ഒരു 2 മിനിറ്റ് നിർത്താത്ത കയ്യടിയായിരുന്നു. കാരണം ഒരു ആക്ടർ ഇങ്ങനെ പാടുന്ന ഒരു പ്രതീക്ഷ, ഞാൻ പാട്ട് പഠിച്ച ആളാണെങ്കിലും അത് അധികം പേർക്ക് അറിയില്ലല്ലോ. അപ്പം അന്ന് ഓഡിയൻസിൽ ഐവി ശശിയുണ്ട്, സീമ ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ പാട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് വരുമ്പോൾ ശശിയേട്ടനും സീമ ചേച്ചിയും ബാക്കിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അടുത്ത പടത്തിൽ നീ പാടുന്നടാന്ന്.
അങ്ങനെയാണ് ഞാൻ ശരിക്കും പ്ലേ ബാക്ക് സിംഗർ ആവുന്നത്. ഇണ എന്നുള്ള ചിത്രത്തിലൂടെ വെള്ളിച്ചില്ലം വിതറി എന്നുള്ള പാട്ട് എൻ്റെ ആദ്യത്തെ പാട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് 3 ഗുരുക്കന്മാരാണ് സിനിമാ ഫീൽഡിൽ. എന്നെ കൊണ്ടുവന്ന പത്മരാജൻ സാറാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്ത ഭരതേട്ടൻ, എനിക്ക് ആദ്യമായിട്ട് പാട്ട് തന്ന IV ശശി, ഈ 3 പേരും എൻ്റെ ഗുരുക്കന്മാരാണ്. ഈ 3 പേരും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയത്. കാരണം അവർക്ക് പത്മരാജൻ സാറിൻ്റെ കൂടെ വിടെ എന്നുള്ള സിനിമയിൽ റഹ്മാൻ സ്വന്തം ശബ്ദമാണ്. അതൊരു ഇംഗ്ലീഷൊക്കെ കലർന്ന, കാരണം ഒരു കോൺവെൻറ്റിൽ പഠിക്കുന്ന കുട്ടിയാണ്, അത് കാരണം അത് മതിയെന്ന് വെച്ച് വിട്ടു. രണ്ടാമത്തെ പടം കാണാമറയത്ത് IV ശശിയുടെ, അതേ സമയം തന്നെ ഭരതേട്ടൻ്റെ ഇത്തിരി പൂവേ ചുവന്ന് പൂവേ, 2 പടം അറ്റ് എ ടൈം. അപ്പോൾ അവർ തീരുമാനിച്ചു ഇത് ഇനി ഈ ശബ്ദത്തിൽ ശരിയാവില്ല, നല്ല മലയാളം പറയുന്ന വല്ലവരും വേണം. അപ്പോൾ ആ സമയത്ത് ആ പ്രായത്തിലുള്ള ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ആരുമില്ല ചെന്നൈയിൽ. ഞാനാണെങ്കിൽ പാടാനൊക്കെ ആയിട്ട് അവിടെ താമസമുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിച്ചതിന് മാത്രമേ ഞാൻ ഇതുവരെ ശബ്ദം കൊടുത്തിട്ടുള്ളൂ, വേറൊരാൾക്ക് ശബ്ദം കൊടുത്ത് ശീലമില്ല. അപ്പം ഞാനും വിചാരിച്ചു ശരി നോക്കിക്കളയാൻ, വേറൊരു ശരീരത്തിൽ കൂടെ നമ്മുടെ ശബ്ദം വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഒരു പരീക്ഷണമല്ലേ. അങ്ങനെ കാണാമറയത്തും ഇത്തിരി പൂവേ ചുവന്നവയും ഞാൻ ഒരുമിച്ച് ചെയ്യുന്നു. അപ്പുറത്ത് ഈ കാണാമറയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശശിയേട്ടൻ്റെ സംവിധായകനുമാണ്, പത്മരാജൻ സാറിൻ്റെ സ്ക്രിപ്റ്റുമാണ്. അപ്പം അങ്ങനെ 3 ഗുരുക്കന്മാർക്കും വേണ്ടിയാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. പക്ഷെ പിന്നീട് എൻ്റെ ഒരു മെയിൻ പരിപാടി അതായി മാറി. അതാണ് അതിൻ്റെ സത്യം. ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എത്ര സിനിമ ഡബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ പല TV-യിൽ ചില സിനിമകൾ വരുമ്പോഴാണ് ഇതെൻ്റെ ശബ്ദമല്ലേ, പുതുതായിട്ട് അയാൾ ചിലപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവില്ല, ഒരു നടൻ, ചിലപ്പോൾ എൻ്റെ ശബ്ദമായിരിക്കും അത്. അങ്ങനെ ഈവൻ വിക്രമൊക്കെ മലയാളത്തിൽ അഭിനയിച്ചപ്പോൾ 2-3 സിനിമ ഞാൻ വേറെ ആരോ കൊടുത്തിട്ടുണ്ട് ഏതൊരു സിനിമയിൽ, എങ്കിലും വിക്രമിന് പ്രശാന്ത് എന്നുള്ള തമിഴ് ആക്ടർ, എന്താ പടം പെരുന്തച്ചൻ എന്നുള്ള സിനിമയിൽ, അങ്ങനെ പലർക്കും ഋഷ്യശൃംഖനായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിന്, അങ്ങനെ നമുക്ക് ടച്ചില്ലാത്ത പലതും ഇത് നമ്മൾ ആ TV കൂടെ ശബ്ദം കേൾക്കുമ്പോൾ ഇത് എവിടെയൊക്കെ ഇതെൻ്റെ ശബ്ദമല്ലേ, അങ്ങനെയുള്ള സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടായി. സർ ചെയ്തുകൊണ്ട് സാറിന് അത് പ്രത്യേകിച്ച് മനസ്സിലാവും. ഇപ്പം നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ആദ്യം വരുന്നത് അതിൻ്റെ ആക്ടേഴ്സ്, അതിൻ്റെ സിംഗേഴ്സ്, അങ്ങനെ. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ മോഹൻലാൽ ആ പാട്ട് പാടണേ, അല്ലെങ്കിൽ മമ്മൂട്ടി ആ പാട്ട് പാടണേ, നമ്മളൊക്കെ പ്രേം നസീർ ആണെന്ന് വിചാരിച്ചിരുന്നു. യേശുദാസിന്റെ ശബ്ദം പ്രേം നസീർ എന്ത് രസമായിട്ട് കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും ഇത് ഇവരല്ല ചെയ്യണത്, ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ചെയ്യണമെന്നുള്ള. അപ്പോൾ ഈ ഡബിങ് എല്ലാവരുടെയും അങ്ങനെയല്ല, എല്ലാവരുടെയും അങ്ങനെയല്ല, ചെയ്യുന്നവരും ഉണ്ട്. ഒരു മെയിനായിട്ടുള്ള ഹീറോസൊക്കെ 99% അങ്ങനെയുള്ളവരെ വലിയ ആൾക്കാരായിട്ടുള്ളൂ, സ്വന്തം ശബ്ദമുള്ളവർ. അതൊരു സത്യമാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതെ. അപ്പോൾ ഈ ഡബിങ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിന് വേണ്ടത്ര ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടോ? അത് എന്താണ് സാറിൻ്റെ കാഴ്ചപ്പാടിൽ എന്ത് തോന്നുന്നു? അങ്ങനെയല്ല, ഒരു സമയത്ത് ഈ എല്ലാം രഹസ്യമായിരുന്നല്ലോ പണ്ട് സിനിമാ ഫീൽഡ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ MGRൻ്റെയൊക്കെ സിനിമകൾ പണ്ട് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്റ്റണ്ട് സീനൊന്നും പുറത്ത് ഷൂട്ട് ചെയ്യില്ല, കാരണം എന്താണ് ഇതിൻ്റെ കളി എന്നുള്ളത് ജനങ്ങൾ അറിയാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഡബ്ബിങ്ങിന് ആ രീതി തന്നെയായിരുന്നു. ഇത് ഒരാൾ വേറെ ആൾ, ഇപ്പോൾ ശാരദയുടെ ശബ്ദം TR ഓമനയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നാട്ടുകാർ അറിയേണ്ട കാര്യമില്ല എന്നുള്ളതാണത്. അത് അങ്ങനെ കണ്ടാൽ മതി. അതിനൊരു മാറ്റം വരാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് 89-90 ആ സമയത്താണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് കേരള സ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റിന് അവാർഡ് വയ്ക്കാം എന്നുള്ളത് ഒരു തീരുമാനത്തിലെത്തുന്നത്. അതിൻ്റെ പിന്നിലൊക്കെ നമ്മുടെ പിന്നീട് ഫേമസ് ആയ ഭാഗ്യലക്ഷ്മി, അങ്ങനെ അതൊക്കെ പിന്നീട് ഞാൻ പറയുന്നത് അന്നത്തെ കാലത്തെ പലരുടെയും ശ്രമങ്ങളായിരിക്കാമെന്ന്. പക്ഷേ എനിക്ക് തോന്നാറുണ്ട് ഈ പലരും ആക്ട് ചെയ്യാൻ വന്നിട്ട്, മദ്രാസിലെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ മെയിനായിട്ടും സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് പിന്നീട് ചാൻസ് ഒന്നും ഇല്ലാതായി, പിന്നീട് അവിടെ നിലനിൽക്കണ്ടേ, അതിനു വേണ്ടി ഒരാൾ ശബ്ദം കൊടുത്ത് നോക്കി, അങ്ങനെയൊക്കെയുള്ള പലരെയും ഞാനൊക്കെ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. ഒന്നും ആവാൻ പറ്റാതെ അവിടെ നിന്ന് തിരിച്ചു പോയവരും അവിടെ തന്നെ മരിച്ചു വീണവരും ഒക്കെയുണ്ട്. അപ്പോൾ അതിന് അംഗീകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത്, എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഈ കാബൂളിവാലയൊക്കെ മുമ്പ് അങ്ങനെയാണെങ്കിൽ ഡബ്ബിങ്ങിന് അവാർഡ് കിട്ടേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അന്ന് ഇനി പറഞ്ഞ പോലെ അതിനിപ്പോൾ ആ സമയത്ത് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് സർഗം എന്നുള്ള സിനിമയിൽ
ഞാൻ വിനീതിന് 3 സ്റ്റേജ് ഡബ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു കൊച്ചു പയ്യനായിട്ടുള്ളൊരു ശബ്ദം, പിന്നീട് ഒരു സ്വല്പം മെച്യൂർഡായിട്ടുള്ള, പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു യേശുദാസിൻ്റെ താടിയൊക്കെ വളർത്തി നല്ല അതുപോലെയുള്ള ഒരു സ്റ്റേജ്. അതുപോലെ പരിണയം എന്നുള്ള സിനിമ MT വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് ആ ഭാഷ. ഞാൻ നിലമ്പൂരുകാരനായതുകൊണ്ട് ഏറനാടും വള്ളുവനാടും തമ്മിൽ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് അത് വളരെ ഈസിയാണ് എനിക്ക് പറയാൻ. MT തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അക്ഷണേതനാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങേരെ വിട്ടുകൊടുത്തേക്ക്, അങ്ങനെ ചെയ്തോളും എന്നുള്ളത്. അപ്പോൾ ഋതുഭേദം എന്നുള്ള സിനിമ പ്രതാപ് പോത്തൻ ഡയറക്റ്റ് ചെയ്തു. അതിലൊക്കെ എനിക്ക് അവാർഡ് കിട്ടാനുള്ള ഒരു സ്റ്റഫ് ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ പറയുകയാണെങ്കിൽ ഡബ്ബിങ്ങിൻ്റെ മാത്രമല്ല പറയേണ്ടത്, പാട്ടിൻ്റെ കാര്യവും പറയണം. കാരണം ആ സമയത്ത് ഞാൻ ഒരു 80s ഒരു പകുതി 82 മുതൽ 86, 87 വരെ ഞാൻ കുറേ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈവൻ അല്ലിയിളം പൂവോ, വെള്ളിച്ചില്ലും വിതറി, അർജുന മാഷയുടെ സൗഗന്ധികങ്ങൾ വിടർന്നു, പിന്നെ ചിത്രയെ ഞാനും കൂടി KV മഹാദേവൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ശങ്കരാഭരണത്തിൻ്റെയൊക്കെ സംവിധായകൻ, സംഗീത സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ വനശ്രീമുഖം നോക്കി, അങ്ങനെ കുറേ നല്ല പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ദാസേട്ടൻ്റെ കൂടെ രവീന്ദ്രൻ ഞങ്ങളുടെ രവിയേട്ടനാണ്. രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ എന്നൊന്നും പറയാൻ എനിക്കൊന്നും വരാറില്ല. കാരണം ഞങ്ങൾ അവരെയൊക്കെ രവിയേട്ട, ജോൺസേട്ട എന്ന് വിളിച്ച് ശീലിച്ചു പോയി. കാരണം തുടക്കം മുതൽ കാണുന്നതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. നമുക്ക് ദേവരായ മാഷ്, അർജുന മാഷൊക്കെ കഴിഞ്ഞ് പിന്നെ ആരെയും അങ്ങനെ മാസ്റ്റർ വിളിച്ച് നമ്മൾ ശീലിച്ചിട്ടില്ല ആ സമയത്ത് അവിടെ. അല്ലാതെ ഇവരാരും കഴിവില്ലാതെ ആ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, അവരൊക്കെ വലിയ മാസ്റ്റർമാർ തന്നെയാണ്. പക്ഷെ നമുക്ക് ശീലമില്ലായിരുന്നത്. രവിയേട്ടൻ്റെ സൂര്യഗായത്രി എന്നുള്ള സിനിമയിൽ ദാസേട്ടൻ ഞാനും കൂടി ഒരു നല്ല പാട്ടുണ്ട്, സാഗം താനം ശ്രുതിലയ സാന്ദ്രമാം പല്ലവി. അതിനൊക്കെ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാമായിരുന്നു പാട്ടിന്. ഇത്രയും കാലമായിട്ട് പാട്ടിനൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛനൊരു പ്രാവശ്യം എനിക്ക് ആദ്യമായിട്ട് കാബൂലി വാലയ്ക്കാണോ അനിയത്തിപ്രാവനാണോ ഡബ്ബിങ്ങിന് അവാർഡ് കിട്ടിയെന്നുള്ള TV ന്യൂസ് കണ്ടിട്ട് അച്ഛനെ തനിക്ക് എന്നെ പോലെ ഡബ്ബിങ്ങിന്, എന്താ ഞാൻ നല്ല ഉറക്കമായിരുന്നു, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നാണ്. അതെ ശരി ഓക്കെ എന്നാണ് ഞാൻ വെച്ചു. പിന്നീട് അച്ഛൻ ചോദിച്ചിട്ടുണ്ട് അതെന്താ തനിക്കൊരു ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തത്. ഞാൻ പറഞ്ഞു അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ഇല്ലായി അല്ല, ഒരു പാട്ടിന് കിട്ടിയിരുന്നു. കാരണം ഞാൻ ബേസിക്കലി ഐ എം എ സിംഗർ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. അതായത് അത് ഡബ്ബിങ് ചെറുതാണെന്നോ ആക്ടിങ്ങിൻ്റെത് വേറെയാണെന്നുള്ളതൊന്നല്ല. പക്ഷെ പാട്ടിന് കിട്ടാത്തതിൻ്റെ പിന്നെ കാരണം പിന്നീട് നമ്മൾ കാണും, നമ്മളപ്പോൾ എൻ്റെയൊക്കെ മനസ്സിലാന്ന് ദാസേട്ടന് അവാർഡ് എന്ന് പറഞ്ഞാൽ ദാസേട്ടൻ, അല്ലെങ്കിൽ മാക്സിമം പോയ ജയേട്ടന്. പിന്നീടൊരു ജനറേഷൻ വന്നപ്പോഴാണ് ശ്രീകുമാർ, വേണുഗോപാലൊക്കെ വന്നതിന് ശേഷമാണ് അവരുടെയൊക്കെ പാട്ടുകൾക്ക് അവാർഡ് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഓഹോ അപ്പം നമുക്കും കിട്ടാമായിരുന്നു അല്ലേ എന്നുള്ളൊരു ചിന്ത. ഞാനിപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ വന്നത് അതാണ്. ഇപ്പം ആക്ടിങ്, സിംഗിങ്, ഡബ്ബിങ് ഇതിൽ ഏതാണ് സാറിന് കൂടുതൽ മനസ്സുകൊണ്ട് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളതാണ് സാർ തന്നെ പറഞ്ഞു. അത് സംശയം എന്താ, കാരണം ബേസിക്കലി ഞാനൊരു സിംഗറാണ്. മറ്റതൊക്കെ ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആക്ടിങ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു, ഡബ്ബിങ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് പലതും പിന്നീട് ഇപ്പോൾ ഡബ്ബിങ് കാരണമാണ് സത്യത്തിൽ മദ്രാസിലെ എൻ്റെ ഒരു ജീവിതം ബുദ്ധിമുട്ടില്ലാതെ പോയത്. ഡബ്ബിങ് ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം ആ സമയത്ത് എനിക്ക് പാട്ടുകൾ കുറഞ്ഞു, ഞാൻ അഭിനയിക്കുന്നുമില്ല ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാതെ ജീവിതം, വനിതാ അഭിനയം നിർത്തി കല്യാണം കഴിഞ്ഞ സമയത്ത്. 15 കൊല്ലത്തിന് ശേഷമാണ് പിന്നെ 2001 2002 മറ്റെയാണ് രണ്ടാമത് അഭിനയിക്കുന്നത്. അപ്പോൾ വേറൊരു സമ്പാദ്യമില്ല. അപ്പം ഞങ്ങൾക്ക് ആ സമയത്ത് ഡബ്ബിങ് തന്നെയാണ് ഞങ്ങളുടെ സുഖകരമായ, ഞങ്ങളുടെ മോൾക്കൊക്കെ സുഖമായിട്ട് പട്ടിണിയില്ലാതെ ജീവിക്കാൻ പറ്റിയത് ഡബ്ബിങ് എന്നുള്ളൊരു തൊഴിൽ കൊണ്ട് തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ല. മാമിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് 2021 മാം തിരിച്ചു വരുന്ന സിനിമയിലേക്ക്. അപ്പൊ ഒരു 15 വർഷത്തിന് 17 കൊല്ലത്തിന് ശേഷമാണ്. 86 കല്യാണം കഴിഞ്ഞു, 15 കൊല്ലം. 2001 കല്യാണ സമയത്തെ അച്ഛനമ്മയും കല്യാണം കഴിഞ്ഞ് അഭിനയിക്കണ്ട, എന്താന്ന് വെച്ചാൽ രണ്ടും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും, ഫാമിലി ലൈഫ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ആ സമയത്തൊക്കെ ഈ ചാനൽസൊക്കെ പതുക്കെ സൺ TVയും ഇതൊക്കെ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ വിട്ടുപോയ സിനിമ ഇതിന്ന് വിട്ടുപോയ ആർട്ടിസ്റ്റിനൊക്കെ ഒരു മെയിൻ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് വിളിച്ച് ചോദിക്കും. അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നില്ല പറയിച്ച മോളുമായി, അപ്പോൾ അങ്ങനെ എങ്ങനെ വിട്ടിട്ട് പോകുന്നുള്ളതായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ ഇപ്പം ടൈം മാനേജ്മെന്റ് നന്നായിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് പറ്റിയില്ല. കൂടെ ഇരുന്ന് അഡ്വൈസ് ചെയ്യാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെ പറ്റി വളരെ ഉയർവായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ.
വിരോധമില്ലല്ലോ. എന്താണോ പറയാൻ അല്ല ഞങ്ങൾ കല്യാണം നിശ്ചയിച്ച സമയത്ത് ശിവാജി ഗണേശന്റെ കൂടെ അഭിനയിച്ചിരുന്നു ഇദ്ദേഹം. ആ സമയത്ത് ഏതൊരു സിനിമയിൽ അല്ല അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്ന് കല്യാണം നിശ്ചയിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴേ, അല്ല മനോരമയ്ക്കൊക്കെ ശേഷം ഇവിടെ കോമഡി ചെയ്യാനൊന്നും വേറെ ആരുമില്ല, അങ്ങനെ ഒരാളെയും കൂടി പിന്നെ കല്യാണം കഴിച്ചങ്ങ് പോവാണോ അവന് പരിപാടിയൊക്കെ നിർത്തിയിട്ട് തമിഴിനെ അതേ. അപ്പോൾ ഒരു വൃത്തികെട്ടവൻ എന്നുള്ള നിലയ്ക്കാണ് എന്നെ അവൻ ഏതോ ഒരുത്തം വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോവാണെന്ന്. കല്യാണം കഴിക്കുമ്പോൾ 100 പടം തീരുമാനിച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. ബാലചന്ദ്രന്റെ പടം ജനുവരിയിൽ കഴിഞ്ഞു, 86 മെയില് ഞങ്ങളുടെ കല്യാണമായിരുന്നു. അപ്പൊ ശരിക്കും ഞാൻ കുറേ ഇങ്ങനെ കോമഡി ഇത് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. എന്റെ കല്യാണം കഴിയുന്ന സമയത്താണ് കോവൈ സരള വന്നുകൊണ്ടിരിക്കുന്നത്, പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ അതൊരു ഇത്രയും വർഷത്തിന് ശേഷം തിരിച്ചു വരുമ്പോഴും മാമിനെ ആരും മറന്നിട്ടില്ല. എല്ലാം മാം സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഒരു കോമഡി ക്യാരക്ടർ പിന്നെ കോമഡി ചെയ്യാൻ കുറച്ച് കുറവാണ്. ഹ്യൂമർ റോൾ ചെയ്തിട്ടില്ല. ഹ്യൂമർ ഉള്ള ഒരു അമ്മ റോളൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് മെയിൻ ഹ്യൂമറായിട്ട് ചെയ്തിട്ടില്ല. അതെ. ഇപ്പൊ സാറിന് തോന്നി ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരാളുടെ ഒരു എസ്പെഷ്യലി ഒരു ആർട്ടിസ്റ്റിന് വളരാൻ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു ചാൻസസ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം സാറിൻ്റെ ഒക്കെ പാട്ടുകൾ ഇപ്പം ഞങ്ങളെയൊക്കെ കേൾക്കുന്ന റീൽസ് വഴിയും ഷോർട്സ് വഴിയോ പല പല വീഡിയോസിൽ വരുമ്പോൾ എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം മറ്റേ വിജയുടെ സിനിമയിൽ ലിയോയില് സ്റ്റണ്ട് സീനിൽ താമരയിൽ പൂക്കുക ഇത്രയും ആസ്വദിച്ച് ഒരു സ്റ്റണ്ട് സീൻ ഇന്നേ വരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. എത്ര റീൽസ് കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കെ തന്നെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി അങ്ങ് ഒരുപാട് ഇവോൾവ് ചെയ്തതായിട്ട് പ്രേക്ഷകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സാറിനും മാമിനും എന്താണ് തോന്നുന്നത്? എനിക്ക് ഞാൻ ഫ്രാങ്കായിട്ട് പറയട്ടെ, സോഷ്യൽ മീഡിയയിൽ ഞാനൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പറയാം, എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇപ്പോഴത്തെ ജനറേഷൻ എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ അതിലായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും റീൽസൊക്കെ ഇട്ടോട്ടെ. പക്ഷെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഞാൻ സീരിയൽ സൈഡൊക്കെ ഞാൻ പറയുകയാണ്, അവരുടെ മോർ കോൺസെൻട്രേഷൻ നമ്മൾ വളർന്ന രീതി അങ്ങനെയായിരിക്കും, നമ്മൾ പഠിച്ച സ്കൂൾ അങ്ങനെയായിരിക്കും. അവർക്ക് സീനിനെ കുറിച്ചോ അന്ന് നമ്മുടെ എമോഷണൽ എങ്ങനെയാണ് വേണ്ടത്, ഈ സീനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതൊന്നും അല്ല അവർക്ക്. ആദ്യം വരുമ്പോൾ തന്നെ അവർ ഡ്രസ്സ് ചെയ്യുക, മേക്കപ്പ് ചെയ്യുക, ഫുൾ അവർ ഡ്രസ്സ് ചെയ്തിട്ട് ഷോർട്ട് ഉണ്ടോ സീനുണ്ടോ, ഞാൻ വന്ന് അവിടെ കേട്ടോളാം, റീൽ എടുക്കുന്നതാണ് അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അതിന് ശേഷമുള്ള അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവർ പോയി ചോദിക്കുന്നത്. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ അതിനാ വേണ്ടിയിട്ട് പാവം വെയിറ്റ് ചെയ്യും. ഇങ്ങനെ വായിക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ അയക്കും. വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ തമിഴാണെങ്കിൽ അങ്ങനെ, മലയാളം ഞാൻ അത്യാവശ്യം വായിക്കും, പക്ഷേ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് സ്ലോ ആണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ എനിക്ക് അയച്ചു കഴിഞ്ഞാൽ ഞാൻ വായിച്ചോളാം. അപ്പോൾ അതെന്താ സീനിൻ്റെ കണ്ടന്റ്, സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും നമ്മൾ വന്നിട്ട് അത്രയും ഇൻവോൾവ് ആയിട്ട് ചെയ്താലേ ആ സീനിന് ജനങ്ങളുടെ ഇടയിലേ എത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുക അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ സീനിൽ നമ്മൾ എങ്ങനെ അഭിനയിക്കണം എന്നുള്ളതിൻ്റെ അവർക്കത് തോന്നില്ല. അതെനിക്ക് വല്ലാണ്ട് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷെ ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് ഫോളോയേഴ്സ് കൂടുന്നുള്ളതാണ്. വേറെന്തോ ഒരു സാധനമില്ല, എന്താണത് റീൽസിൽ കൂടെ എന്താണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ. അതൊക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പം ഡ്രസ്സസൊക്കെ കോസ്റ്റ്യൂംസും ജ്വല്ലറിയും അതൊക്കെ നല്ല കാര്യമാണ്. അതുകൊണ്ട് പക്ഷേ നമ്മൾ ചെയ്യാവുന്ന തൊഴിലും കൂടി ഒന്ന് ശ്രദ്ധയോടുകൂടി അത് ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്. അത് ചിലപ്പോൾ ഇപ്പോഴത്തെ അവർക്ക് കേൾക്കുമ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടമാവില്ല. പക്ഷെ എൻ്റെ ഒരു ആസ് എ സീനിയറായിട്ട് ഞാൻ പറയുകയാണ്, അത് കുറച്ചും കൂടി ശ്രദ്ധ. ഇപ്പം ഞാൻ വല്ലാണ്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ, ഞങ്ങൾ പിന്നെ കേട്ടോളാം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ചില കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരുന്ന് സീന് കേൾക്കണം, ഇത് റീല് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, രാത്രി ഷൂട്ടിങ് കഴിഞ്ഞാൽ പോകുന്ന മുമ്പും കൂടി ചെയ്യാം. അല്ലല്ല ഇന്നത്തെ റീല് എൻ്റെ വെയിറ്റ് ചെയ്യും ആൾക്കാരെന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അല്ല പക്ഷെ ചിലത് നല്ല കാര്യമുണ്ട്, ചിലർ കുറേ ബ്ലോഗറായിട്ട് ഇരുന്നിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് പറയും, ഇപ്പം പറയുന്നുണ്ടല്ലോ ഇങ്ങനത്തെ ബ്ലോഗറും ഇങ്ങനത്തെ ഇവരൊക്കെയാണ് അഭിനയിക്കാൻ കൊണ്ടുവരണം, അവർ ഇതിൽ അത്രയും ഭയങ്കര ഫേമസ് ആണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കണ്ടല്ലോ. പക്ഷെ നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ നോക്കുക, അഭിനയിക്കാൻ പറഞ്ഞാൽ ബെബയാണ് അവർ. അതിൽ ചെയ്യുന്നത് വേറെ, ക്യാമറയിൽ ക്ലാപ്പ് അടിച്ച് സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയാത്തവരുണ്ട്. അതും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പൊ നമ്മളോട് കരയാൻ പറഞ്ഞാലും
ചിരിക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ക്ലാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. നമ്മുടെ ഉള്ളിൽ നമ്മളത് ആയിക്കഴിഞ്ഞു, നമ്മൾ അയ്യോ ഇങ്ങനെ പെർഫോം ചെയ്യണം, നമ്മളത് ഒരു എന്താ പറയുക, നമുക്ക് ദൈവത്തിൻ്റെ തുല്യമാണ്. നമുക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല. നമ്മൾ വരുമ്പോഴേ ഇപ്പോൾ നമ്മുടെ ചെറുപ്പം പിള്ളേരായിരിക്കും ഡയറക്ടേഴ്സ്, അപ്പോഴും കൂടി അവർ ഡയറക്ടറാണ്, അവരാണ് ക്യാപ്റ്റൻ. നമ്മൾ വന്നിട്ട് അതിലിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവർ അനുസരിക്കണം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന് ഡയറക്ടർ ഇപ്പോഴും എനിക്ക് വോയിസ് നോട്ട്, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ 60th ബർത്ത്ഡേ ആയിരുന്നു, 14th. അതിനാണ് മോളുടെ അടുത്ത് മെയിനായിട്ട് നമ്മൾ മോൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്നെ വിഷ് ചെയ്യുമ്പോഴും കൂടി അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു നമ്മൾ ഇത്രയും സീനിയറായിട്ടുള്ളവർ നമ്മളായിട്ടൊക്കെ എത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓക്കെ ആണോ, അത് കഴിഞ്ഞാലും കൂടി നമ്മൾ അവരോട് പോയി ചോദിക്കും ഓക്കെ ആണോ, ഞാൻ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണോ, വേണമെങ്കിൽ വൺ മോർ പോവാം, ഇങ്ങനെ പറയുന്നത് നമ്മൾ അങ്ങനത്തെ സ്കൂളിൽ വന്നതുകൊണ്ടായിരിക്കും. എന്താണെന്നറിയോ, അതിനൊരു പോയിന്റ് എന്തറിയോ, അതിനാണ് തന്ത വൈബ് എന്ന് പറയുന്നത്. നിന്നെ തള്ള വൈബ് എന്ന് പറയാൻ അറിയില്ല. അല്ല, എനിക്ക് പറഞ്ഞ വരെ ഞങ്ങൾ രണ്ടുപേരും ഈ സോഷ്യൽ മീഡിയയിൽ അത്ര ഇല്ല. അപ്പം ഞാനും അതെ, ഞാനും ഇടയ്ക്കൊക്കെ സീരിയൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൂര്യ TV-യിൽ. അതൊരു 370 എപ്പിസോഡോ മറ്റേ ആയി. അപ്പോൾ അതിൻ്റെ 1 മാസത്തേക്കുള്ളത് ചെയ്തു കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇനി സീൻ വായിക്കുക എന്നൊരു സാധനമുണ്ട്. കാരണം ആ സമയത്താണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന സീൻ എന്താണെന്നുള്ളത് അറിയുന്നത്. ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഇരുന്ന് വായിക്കും. അപ്പോൾ ചുറ്റും ആർട്ടിസ്റ്റുകൾ ഇരുന്നത് കേൾക്കുക, എന്നിട്ടാണ് നമ്മൾ ആ സീൻ എടുക്കാൻ പോകുന്നത്. ഡയറക്ടർ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വായിക്കുന്നത്. കുറ്റം പറയാം ആണെന്ന് വിചാരിക്കരുത്. പക്ഷെ പലരും ഈ സീൻ വായിക്കുമ്പോഴും പലരും ഇതിനകത്താണ്, പലരും ഈ പറഞ്ഞ പോലെയാണ്. അപ്പോൾ അത് വേണോ, അതാണോ ശരി എന്നുള്ളതൊരു ചോദ്യമാണ്. ഈ പറഞ്ഞ മാതിരി തന്ത വൈബ് ആയിരിക്കാം ചിലപ്പോൾ, പക്ഷേ ചില കാര്യമൊക്കെ ആ തന്ത വൈബിൽ പോയാലും വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചില കാര്യത്തിൽ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ പറഞ്ഞ മാതിരി കുറേ ഉപകാരമുള്ള കാര്യം, പറഞ്ഞ പോലെ ഇപ്പോൾ താമരപ്പൂക്ക് എന്നുള്ള പാട്ട് റീൽസായി വന്നപ്പോൾ അത് വേറൊരു ഐറ്റമാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യം. മറ്റത് നമ്മുടെ തൊഴിലിനെ മാറ്റി വെച്ചിട്ട് ആ സമയത്ത് ഈ ചെയ്യുവൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എന്നെ ആ കൂട്ടത്തിൽ എപ്പോഴും അവർ റീൽസ് എടുക്കുമ്പോൾ പറയുന്നത് ചേട്ടൻ നിൽക്കും ഒരു ക്യാരക്ടറായിട്ട്. ഞാൻ പറയും എന്നെ ദയവ് ചെയ്ത്, ഞാൻ വേണമെങ്കിൽ ക്യാമറ വർക്ക് ചെയ്ത് തരാം, ബാക്കിൽ നിന്ന് ഞാൻ ചെയ്തു തരാം, പക്ഷേ എന്നെ ദയവ് ചെയ്ത് വിളിക്കരുത്. എനിക്കതിന് യാതൊരു താല്പര്യമില്ല. അങ്ങനെ പേരും കിട്ടേണ്ട കാര്യമില്ല. സീരിയലിൽ ഇപ്പോൾ നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തരും, എന്താ വെച്ചാൽ എപ്പിസോഡ് തീർക്കണമല്ലോ അവർക്ക്. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ വരുമ്പോൾ കുടുങ്ങും. നമ്മൾ ഫയലിൽ കൊണ്ടുതരും. മെമ്മറീസ് ഇൻ സിനിമ, പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ട് ജിത്തു ജോസഫിൻ്റെ സിനിമയിലെ തലേ ദിവസം ഞാൻ എറണാകുളത്ത് എത്തണം, ഇത്ര വലിയ ഫയൽ ബുക്കായിട്ട് എനിക്ക് വന്നു, വനിത ചേച്ചി പറഞ്ഞിട്ട്. അത് ഫുൾ അന്ന് രാത്രി ഇന്ന് വായിച്ചതാണ്. എന്ന് വെച്ചാൽ അഭിനയിക്കുന്നത് ഒപ്പം പൃഥ്വിരാജാണ്. എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സും പറയും. വനിത ചേച്ചി അവിടെ പോയില്ലോ ഡയലോഗ് പറയും. പുള്ളിയുടെ മാത്രമല്ല ബാക്കിയുള്ളവരുടെ കൂടി ഓർമ്മ വയ്ക്കും. നെടുമുടി വേണു, അങ്ങേരുടെ എല്ലാവരും വലിയ വലിയ ആൾക്കാരാണ്, അവരുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കെയർഫുൾ ആവും. ഫോണും കൂടി നമ്മൾ ഓഫ് ചെയ്ത് വെക്കും. ബ്രേക്ക് സമയത്ത് സീൻ ഇത്ര കഴിഞ്ഞു. പക്ഷേ എല്ലാവരും അവരുടെ ഇടയിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പണ്ട് നമുക്കൊന്നും പ്രോംപ്റ്റിംഗ് ഇല്ല, എവിടെയും പ്രോംപ്റ്റിംഗ് ഇല്ല. ഇപ്പം എല്ലാം സിങ് സൗണ്ടാണല്ലോ, അധികം സിനിമകൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ. മീൻസ് അപ്പോഴേ നമ്മൾ ഇതായിട്ട് പറയാം. പിന്നെ ഡബ്ബിങ് വേണമെങ്കിൽ മാത്രം. ഇപ്പോൾ ശ്യാമപ്രസാദിൻ്റെ സിനിമയൊക്കെ നമ്മൾ ചെയ്തു ആർട്ടിസ്റ്റ് എന്ന്. അതിൻ്റെ കാര്യം എനിക്ക് പറയാനുണ്ട്. അത് അഭിനയിക്കുന്ന സമയത്ത് ഇതുപോലെ ഡയലോഗ് കാണാൻ പാടാൻ പഠിക്കുന്നത് ശ്യാമപ്രസാദ്. ശ്യാമും ഞാനും ഒരുമിച്ചാണ് അമൃത TV-യിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ശ്യാം നമ്മുടെ ഒരു സ്വന്തം ആളല്ലേ, ഞാൻ പറഞ്ഞു ശ്യാമേ ഞാൻ ഡബ് ചെയ്തോളാം, എനിക്ക് പ്രോംപ്റ്റ് ചെയ്ത് തന്നാൽ മതി സൈഡിൽ നിന്ന്. കൃഷ്ണേന്ദ്ര ആ ഡയലോഗ് പഠിക്കും, എന്നിട്ട് റിഹേഴ്സൽ ചെയ്ത് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞല്ല, ശബ്ദം നല്ല സുഖമില്ല, അപ്പം ഞാൻ പിന്നെ ഡബ് ചെയ്തോളാം മര്യാദയ്ക്ക്. ഈ ഡബ് ചെയ്യാൻ ഈ ഡയലോഗ് കാണാപ്പാടം പഠിക്കാൻ പോലും പറ്റാത്ത ഒരാൾ എന്തിനാ പിന്നെ അഭിനയിക്കുന്നത്? ഭയങ്കര പോയിന്റാണ്. ശ്യാമൊക്കെ വളരെ സീരിയസ് ആയിട്ട് സിനിമ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊരു അതും നമുക്ക് സ്ക്രിപ്റ്റ് വീട്ടിലേക്ക് വന്നുവല്ലോ, രണ്ടുപേരുടെയും സീൻസ് വന്നു. അത് തമിഴ്, നമ്മൾ തമിഴ് ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും വേർഡ് ആഡ് ചെയ്യണമെങ്കിൽ ശ്യാമ പറയുമ്പോൾ അത് ആഡ് ചെയ്തോളൂ, അത് അവിടെ ഇത് ഇട്ടോളൂ, അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. രസിക്കും ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ വെറും ഈ റീൽസ് മാത്രം ഇട്ടുകൊണ്ടിരുന്ന് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമയിലെ കുറച്ച് കുടുംബം അതാണ് ഞാൻ പറയണം. ഒരു സിനിമ അഭിനയിച്ചു, അതൊരു മസാലപ്പടമല്ല, അല്ല അവിടെ 3 പേരേ ഉള്ളൂ ക്യാരക്ടേഴ്സ്. നമ്മുടെ സെന്തിൽ എന്ന് പറഞ്ഞിട്ട് കലാഭവൻ മണിയുടെ
ലൈഫ് സ്റ്റോറി സിനിമയാക്കിയപ്പോൾ അഭിനയിച്ചില്ലേ മെയിൻ ഓക്കെ ഓക്കെ ഓക്കെ. ആ സെന്തിൽ കൃഷ്ണ, പിന്നെ എന്താണ് ചാന്ദിനി, ചിന്നു ചാന്ദിനി എന്ന് പറഞ്ഞിട്ട് കുട്ടി കുറെ അടുത്ത് കുറെ സിനിമകളുണ്ട്, തമാശ കുറെ സിനിമകളുണ്ട്. ഞാനും നല്ല ആർട്ടിസ്റ്റാണ് ചിന്നു ചാന്ദിനി. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഒരു മട്ടാഞ്ചേരിയിൽ നിന്ന് ഒരു കാറ് പുറപ്പെട്ട് കൂനൂര് വരെ പോകുന്ന, ഊട്ടിയുടെ അടുത്ത് വരെ പോകുന്നതാണ് സബ്ജക്റ്റ്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ. ഒരു കാറാണ് മെയിനായിട്ട്. അപ്പം അതിൻ്റെ സംവിധായകൻ അനീഷ് ജോൺസൺ എന്ന് പറഞ്ഞ 2 പേരാണ്. അനീഷ് ക്യാമറാമാനുമാണ്. അനീഷ് പണ്ട് വേണു പ്രശസ്ത ഛായാഗ്രാഹകനായ വേണുവിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന. അപ്പം ഇതിലൊക്കെ ലൈവാണ് ഡയലോഗ്സ്. അപ്പം ഇതൊക്കെ സ്ക്രിപ്റ്റ് നമുക്ക് നേരത്തെ കൊണ്ട് തന്നു. എന്നിട്ട് അങ്ങനെയാണ്. അപ്പം എന്ത് രസമാണെന്നറിയാം ആ പുതിയ ജനറേഷൻ്റെ കൂടെ ചെയ്യുമ്പോൾ. എനിക്കതും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ പഴയ ആൾക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മുടെ കാലത്ത് എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര അന്നായിരുന്നു എല്ലാം ശരി, ഇന്നത്തെ ഒന്നും ശരി അങ്ങനെയൊന്നും പറയുന്നത് ഒരർത്ഥമില്ല. ഇന്ന് ഗംഭീര സംഭവമായിട്ട് അറിയുന്ന, നല്ലോണം ടെക്നിക്കലി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യുവതലമുറ മലയാളത്തിൽ, പ്രത്യേകിച്ച് മലയാളത്തിലല്ല തമിഴിലും ഒക്കെ അതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് അവരുടെ കൂടെ നിന്ന് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ ഈ പുതിയ സിനിമയുടെ അവർ പറയും, ചേട്ടാ ആ പുരികം അത്ര അങ്ങോട്ട് പൊന്തണ്ട. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പുരികം പൊക്കിയോ. അപ്പം ശരിയാണ്, നമ്മൾ ആ ടേക്ക് ഒന്നിട്ട് നോക്കിയാൽ അത്ര വേണ്ട, നമ്മൾ നാച്ചുറൽ. അപ്പം അത്രയും നാച്ചുറൽ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ സെന്തിലും ഞാനും കൂടി പറഞ്ഞു, വർഷത്തിലൊരിക്കലും നിങ്ങളുടെയൊക്കെ ഒരു സിനിമ ചെയ്താൽ നമുക്കതൊരു ട്രെയിനിങ് പോലെയാണെന്നുള്ളത്. അങ്ങനത്തെ ആൾക്കാരാണ് തട്ടത്തിൽ മറയത്ത് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വിനീത് ശ്രീനിവാസൻ ശ്രദ്ധിച്ചു നോക്കും. ഒരു അമ്പലത്തിലെ മകനും നിവിൻ പോളിയും അമ്മയും കൂടി സംസാരിക്കുന്ന സീനില് ഇപ്പോഴും കൂടി അത് ഇതിൽ വരുന്നുണ്ടല്ലോ, ഇൻസ്റ്റാ പേജില് അമ്മ മകൻ സീനിലൊക്കെ ഈ സിനിമയുടെ വരാറുണ്ട്. അത്രയും ശ്രദ്ധിച്ചാണ് ചേച്ചി അത് മതി, ഇത്ര മതി, അത് ഇത്ര അടുത്ത് വന്ന് പതുക്കിയത് പറയുള്ളൂ. അതെ, അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അത് ഓക്കെ ആവുന്നവർ എടുത്തോണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ജനറേഷനോടും പഴയ രീതിയും എല്ലാ രീതിയും നമ്മൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. പക്ഷേ ഇനി പോരാ, നമുക്ക് ഇനി നല്ലപോലെ ചെയ്യണം എന്ന് ആഗ്രഹം. ഇപ്പം നിങ്ങൾ 2 പേരും ഇപ്പോൾ ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ പാർട്ട്നേഴ്സാണ്. നിങ്ങൾ പരസ്പരം അഡ്മയർ ചെയ്യുന്നൊരു ക്വാളിറ്റി എന്താണ്? ഇപ്പം മാമിന് സാറിലും സാറിന് മാമിലും അല്ല എന്താ അഡ്മയർ ചെയ്ത് ആദ്യം പറ. അല്ല, ഞാൻ പറയും ഇങ്ങനെ പഴയ കാര്യങ്ങളെ ഒരുപാട് കഥകളുണ്ട് കൃഷ്ണേന്ദ്രനെ പറയാൻ. പാട്ടാണെങ്കിൽ തന്നെ റിയൽ സ്റ്റോറി, പാട്ടാണെങ്കിലും എന്താ പറയുക, ഡബ്ബിംഗ് ആണെങ്കിലും അഭിനയമാണെങ്കിലും എത്ര ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ പറയും അതൊക്കെ ഒന്ന് ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് സാധാരണ മാതിരി പറഞ്ഞാൽ പോരെ. ചെറിയതായിട്ട് ഇറക്കി. എനിക്ക് ഈ സഫാരി TV എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഫേമസ്, അതിൽ ചരിത്രം എന്നിലൂടെ പരിപാടിയുണ്ട്. അതിൽ നമ്മുടെ മൊത്തം ജീവിത എന്താണ് പറയാ, നമ്മുടെ എക്സ്പീരിയൻസസ് എല്ലാം നമ്മൾ പറയാം, നമ്മുടെ ആത്മകഥ ഫുൾ പറയാൻ വേണ്ടി നമ്മൾ ജനിച്ച മുതലുള്ള കാര്യങ്ങൾ. ഞാനിതുവരെ എന്നെ കുറേ പ്രാവശ്യം വിളിക്കുന്നു. എനിക്ക് അതിന് പിന്നെ ചിലരൊക്കെ ബുക്ക് എഴുതാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് അവരെഴുതി തരാം, പോയിന്റ്സ് പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മ ഈ പോഡ്കാസ്റ്റ് ചെറിയ ചെറിയ വീഡിയോസ് ഇത് പറയണ്ടേ ഞാൻ അതിങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പൊ കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലേ? ആ ഒരു കഴിവുണ്ടല്ലോ, എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ. അതുകൊണ്ട് അത് ഇങ്ങനെ എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് നടന്ന കഥയാണ് പറയുന്നത്. നടന്ന കഥ പറഞ്ഞ റിയൽ ആയിട്ട് നടന്ന വിഷയം നമ്മൾ സ്റ്റോറി പോലെ പറയുകയാണ്. പ്രസന്റ് ചെയ്യുമ്പോൾ സ്റ്റോറി ആണല്ലോ. അപ്പോൾ അത് ഞങ്ങളൊക്കെ മോളും പറഞ്ഞിട്ടുണ്ട്, വാരിയും പറഞ്ഞിട്ടുണ്ട്. ഇതാണിപ്പോ മനസ്സിലായില്ലേ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ച ഉടനെ അടി വരുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഒരേ ടോപ്പിക്കിൽ സെയിം ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ മറ്റേ ആളും മിണ്ടാണ്ടിരിക്കില്ല. 2 പേരും ഫീൽഡിലുള്ളത് കൊണ്ട് കുറെ അനുഭവങ്ങൾ ഉണ്ടാവും. അത് പറയുന്ന രീതിയുണ്ട്. കൃഷ്ണേന്ദ്രൻ അത് ചെയ്താൽ കൊള്ളാം എന്നുള്ളതുണ്ട്. അത് എന്ന് ചെയ്യുമെന്ന് അറിയില്ല. സാർ ഇപ്പൊ ഇളയരാജയുടെ രാജസാറിന്റെ മറ്റേ സ്റ്റുഡിയോ കഥകളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും വിഷ്വലൈസ് ചെയ്യുകയാണ് സ്റ്റുഡിയോയിൽ നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ. സാർ നല്ലപോലെ കഥ പറയുന്നുണ്ട്. ഞാൻ രവിമേനോന് വേണ്ടിയിട്ട് ഒരു ഫുൾ ഇളയരാജ എപ്പിസോഡ് ചെയ്തു കൊടുത്തിരുന്നു വീഡിയോ. അത് ഭയങ്കര രസമുള്ള എപ്പിസോഡ്. തമിഴന്മാരൊക്കെ അത് കേട്ടിട്ട് അയ്യോ ഇപ്പടി ഒരാള് രാജാ സാറിനെ പറ്റി ഒരു മലയാളി പറയണമല്ലോ എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്കറിയാം, എനിക്ക് ആ സമയത്തുള്ള കുറേ രാജാ സാറിന്റെ ഞാൻ പാടാത്ത പാട്ടുകളുടെ റെക്കോർഡിങ് കേട്ട അനുഭവങ്ങളുണ്ട്, പലതും ഉണ്ട്. ഇപ്പം മൗനരാഗം എന്നുള്ള സിനിമയുടെ ഒരു ടൈറ്റിൽ മ്യൂസിക് ഉണ്ട്. സെമ്പുവേ എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ
ഞാനിവിടെ ഇരുന്ന് കേൾക്കുകയാണ് രാജസാറിന്റെ പിന്നിൽ ഞാനും ഇരുന്നിട്ട് ദാസേട്ടൻ പാടും. അതൊക്കെ ഇങ്ങനെ ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്, പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ലല്ലോ, പഞ്ചിങ് ആണല്ലോ ആരെയും നമ്മൾ കാണുന്നില്ല. അതല്ല, എനിക്ക് പിന്നെ ഞാനൊരു സമയത്ത് അമൃത TV-യിൽ സ്വർണ്ണചാമരം എന്നുള്ളൊരു പ്രോഗ്രാം ഞങ്ങൾ 105 എപ്പിസോഡ് ചെയ്തു. പഴയ പാട്ടുകളായിരുന്നു, ഒരു 3 മലയാളം പാട്ടും ഒരു ഹിന്ദി ഒരു തമിഴ്, അങ്ങനെയായിരിക്കും ആ പാട്ട്. അതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയായിരുന്നു. അതിൽ ഞാൻ കുറേ കഥകൾ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നസീർ സാറിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയി. അതിൽ രവീന്ദ്രവേദത്തിൻ്റെ ഡബ്ബിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ ജയഭാരതി ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് നസീർ സാറിനെ ഒന്നും പരിചയപ്പെടും. എനിക്ക് ഏറ്റവും വലിയ ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രേംനസീറിൻ്റെ ഇടി സിനിമകൾ കാണാൻ വേണ്ടി ഞാനൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ട് മറവിൽ തിരിവ് സൂക്ഷിക്കുക, CID നസീർ, പൊന്നാപുരം കോട്ട, എല്ലാം കാണും. അപ്പം നസീർ സാറിനെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം. അതിനകത്ത് നാളെ മുരുകാലയ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് ഉണ്ട്, അവിടെ വന്നേക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പം ഞാൻ നസീർ സാറിനെ കാണാൻ വേണ്ടി പോയി. അപ്പം നസീർ സാറും ഭാരതി ചേച്ചി ഒരു പാട്ട് പാടിയ ദാസേട്ടൻ്റെ ഒരു പാട്ട്, എന്താണ്, മഴമുകിൽ ചിത്രവേള എന്നുള്ള പാട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരു പൂന്തോട്ടത്തിൻ്റെയൊക്കെ സെറ്റിട്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് ഇങ്ങനെയൊക്കെ പാടുന്നു. ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ജയഭാരതി ചേച്ചി പൊട്ടിച്ചിരിച്ചുകൊണ്ട്, ഞാനിവിടെ ഒരു ചെയറിലിരുന്ന് ഇങ്ങനെ ഷൂട്ടിംഗ് കാണുകയാണേ. അപ്പോൾ എൻ്റെ അപ്പുറത്ത് 2 ചെയർ ഇട്ടുണ്ട്, നസീർ സാറിന് ഇരിക്കാനുള്ള ചെയറുണ്ട്, ഭാരതി ചേച്ചിക്കാണ്. ഭാരതി ചേച്ചി ഭയങ്കര ചിരിച്ചുകൊണ്ട് വന്നു. ഞാൻ എന്ത് പറ്റി ചേച്ചി, എന്താ ചേച്ചി, എന്താ ഒന്നും പറയണ്ട, ഈ നസീർ സാറിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രത്യേക ഏതോ വരി വന്നപ്പോൾ ജയഭാരതി ചേച്ചിയുടെ മുടിയുടെ ഇടയിലേക്ക് തല ഇങ്ങനെ കൊണ്ട്, ഭാരതി ഈ വരി ഓർമ്മ വരുന്നില്ലല്ലോ. അപ്പൊ ഭാരതി ചേച്ചി പറയാണ്, നാട്ടുകാർ പറയും നസീർ സാർ എന്നോട് പ്രണയം മൂത്ത്, അത് ചില സമയത്ത് ഇതൊക്കെയാണ് പറയുന്നത്, വരി ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഞാനതൊക്കെ ആ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പം ഞാൻ ആ ഒരു 105 എപ്പിസോഡിൽ നിർത്താനൊരു കാരണം ഉണ്ടായത്, ഞാനിത് ഏതോ ഒരു സ്റ്റേജിൽ, കുറച്ച് ചെറുപ്പക്കാരുള്ള ഒരു സ്റ്റേജിൽ ഇത് ഇങ്ങനത്തെ ഒരു പഴയ പാട്ട് ഉണ്ടായ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഒരാളാണ്, എല്ലാവരും അല്ല, സോ വാട്ട് എന്ന് ചോദിച്ചു. അതുകൊണ്ട് എന്താണ്, അത് അവരങ്ങനെ ഉണ്ടാക്കി, ഇപ്പം ഇത്ര വലിയ കാര്യം എന്താ. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ അതിന് വാല്യൂ. അതിനുശേഷം എനിക്ക് പറഞ്ഞ പോലെ ഈ തന്തവൈബായി പോകുന്നു. നമ്മൾ പറയുന്നത് ഒരു അബദ്ധം വെറുതെ ആൾക്കാർക്ക് അത് പറ്റുന്ന ഒരു ആൾക്കാരുടെ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ അടുത്ത് വേണമെങ്കിൽ പറയാം. അത് കാരണം കൂടിയാണ് എനിക്ക് ഇതിലൊക്കെ താല്പര്യം പോയതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മാമിൽ അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് സാർ? എന്നെ സഹിച്ചുകൊണ്ടിരുന്നു 40 കൊല്ലം കല്യാണം കഴിച്ചിട്ട്, അതിന് മുമ്പേ ഒരു 4 കൊല്ലം ലവ് ചെയ്തിട്ട് 40 കൊല്ലം ആവാൻ പോണു മെയില്. 40 കൊല്ലം ആവാൻ പോകുന്നു മെയില്. മൂകാംബി ക്ഷേത്രത്തിൽ കല്യാണം. 4 കൊല്ലം 3 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചു എന്ന് പറയാം. ഒരാൾ മാത്രം 4ാമത്തെ കൊല്ലം ഞങ്ങൾ ഒരു അടിയൊക്കെ കൂടി ഞങ്ങൾ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ ഒരു ചെറിയൊരു ലഹനയൊക്കെ ഉണ്ടായി. പിന്നെ 1 മാസം ഞങ്ങൾ സംസാരിക്കാണ്ടിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, മനസ്സിലായി. അങ്ങനെ ഞങ്ങള് അതുകൊണ്ട് ഞാൻ കുറേ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബോറടി സാധനം. കാരണം എല്ലാവരും ഇത് എത്രാമത്തെ പ്രാവശ്യം ഇത് പറയുന്നത്, ഇപ്പൊ പറയണ്ട. അല്ല, ഇതിപ്പോ ഒരു ഫോറിൻ കൺട്രിയിലായതുകൊണ്ട് പറയാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അത് കാരണം കല്യാണം കഴിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരികളും ലവ് ചെയ്ത് നടക്കുമ്പോഴേ ഒരു ഗംഭീര അടി നടത്തുകയാണ്. എന്നിട്ടും നിങ്ങൾ തമ്മിൽ പിന്നെയും നിങ്ങൾക്ക് ഒരുമിച്ച് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക, ഇല്ലെങ്കിൽ വെറുതെ വിട്ടിത്തരം കാണിക്കരുത് എന്നുള്ളതാണ് എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം. നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ്. അല്ല, സാധാരണ കാര്യമുള്ള കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടൊന്നും ആയിരിക്കില്ല, അതൊക്കെ ഉണ്ടായിരിക്കും. അത് ആ കാര്യമൊക്കെ സാധാരണ പോലെയാണ്. അതിൻ്റെ അല്ല ഞാൻ പറയുന്നത്, കല്യാണത്തിന് മുമ്പേ ഉള്ള ഈ തീരുമാനം. അതെ. അപ്പോൾ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് ഈ ഒരു നല്ലൊരു കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതം അല്ലല്ലോ, ഒരിക്കലും അല്ല, നിങ്ങളുടെ ഒരു ലൈഫ് ഒരു സിനിമയാക്കുവാണെങ്കിൽ ആ സിനിമയ്ക്ക് നിങ്ങൾ എന്ത് പേരിടും? അയ്യോ, അത് അത്ര ആക്കാനുള്ളതുണ്ടോ? ഞാനും ആത്മകഥയുടെ കാര്യം അത്രയ്ക്കൊന്നുള്ള കാര്യമൊന്നും ഇല്ല മക്കളെ. നമ്മളെ എത്രയോ കാര്യങ്ങൾ അവരുടെ ഉണ്ട്, നമ്മളൊന്നും അത്രയ്ക്കൊന്നുള്ള വേണ്ടിയും ചെയ്തിട്ടില്ല. അല്ല, നിങ്ങളുടെ ജീവിതം എന്താന്നുള്ളത് നിങ്ങൾക്കാണല്ലോ അറിയുള്ളൂ. അപ്പം നിങ്ങൾ അതിനൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ഏത് സിനിമയുടെ പേര് കൊടുക്കും? ഏത് സിനിമയുടെയാ? മലയാള സിനിമ എക്സാമ്പിൾസ് പറയാമോ കുറച്ച്? പിന്നെ അതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ സാറിന് ഇപ്പോൾ പഴയ കാലത്തെ സിനിമകളുടെ പേരൊന്നും എനിക്ക് അത്ര എടുത്തൊന്നുമില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ എന്താണ്?
എക്സാമ്പിൾ വെച്ചാൽ അങ്ങനെയല്ല, കുറച്ച് എണ്ണ ഇട്ട് തരാം, അതിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്ലൂ കൂടെ തരുവാണെങ്കിൽ കൃഷ്ണേട്ട വനിത വിളിക്കുന്നു എന്നൊക്കെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നതിന് പകരം മയമ്മ ചേട്ടാ വനിത വിളിക്കുന്നു ഓടി രക്ഷപ്പെട്, അങ്ങനെ ഇടാല്ലേ ടൈറ്റിൽ. അതൊക്കെ നിങ്ങളുടെ വിലപ്പെട്ട സമയം മധുരഗീതം പ്രേക്ഷകരോടൊപ്പം നിങ്ങൾ ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷം. പരിമിതികൾ ഉള്ളത് കൊണ്ട് മാത്രം ഇവിടെ നിർത്തുന്നു. ഒരുപാട് ഓർമ്മകളും വിശേഷങ്ങളും അനുഭവങ്ങളും ഞങ്ങളോടൊപ്പം പങ്കുവച്ചു. ഇനിയും കലയും ഒന്നിച്ചുള്ള ഈ ഒരു ജീവിതം ഒരുപാട് വിജയങ്ങളോട് മുന്നോട്ട് പോകട്ടെ. ഇനിയും സ്ക്രീനിൽ നിങ്ങളെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.